الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. വള്ളുഹ സൂറത്തിൻ്റെ ചെറിയൊരു വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് അതിലുള്ള ആകെയുള്ള ചർച്ചാ വിഷയം. അതെവിടെ എത്തി? എല്ലാ വ്യാഖ്യാനവും പറഞ്ഞു. അപ്പം മുത്തക്കബ്ബിറും ജബ്ബാറിൻ്റെ വ്യാഖ്യാനം എല്ലാം തള്ളിക്കളഞ്ഞു. ഇനി വഅമ്മ ഖൗലുഹു തആല വവജദക ആയിലൻ ഫഅഗ്നാ, ഇതാണ് അടുത്ത നിഅമത്തുള്ളത്. ആയിലായിട്ട് തങ്ങളെ എത്തിച്ച് അല്ലാഹു തആല എന്താക്കി? തങ്ങളെ ഗനിയാക്കി എന്നാ പറഞ്ഞു വന്നത് അല്ലേ? ഫൽ മഅന വജദക ബഅയിലത്തിൻ, ഐലത്ത് എന്ന് പറഞ്ഞത് എന്താ? ഇഖ്ലാൽ, അതായത് സാമ്പത്തിക കുറവ്, സമ്പത്തിൻ്റെ കുറവ്. എന്താ ഹിത്തം ഐലത്തം എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് സാമ്പത്തികമായ കുറവ് വരുമെങ്കിൽ നിങ്ങൾ അല്ലാഹു ഗനിയാക്കും, അതുകൊണ്ട് മറ്റൊരു കച്ചവടത്തിന് കൂടണ്ട. ഇതിലുണ്ട്, സൂറത്ത് തൗബയിലാന്ന് തോന്നുന്നു. മിൻ ഖിഫ്തും ഐലത്തൻ, അവിടെ ഐലത്തുണ്ട്. അല്ലെങ്കിൽ ധാരാളം ഇയാളുടെയാൾ. ഇയാൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചെലവിൽ കഴിയേണ്ടുന്ന കുറേ ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്കല്ലോ സാമ്പത്തികമാണല്ലോ. എന്നിട്ടോ അതാണ് എന്തിൻ്റെ ആയിന? ആയിലൻ. ഫഅഗ്നാക റബ്ബുക അമ്മൻ സിവാഹു, അങ്ങനെ റബ്ബെന്താക്കി? തങ്ങളെ ഗനിയാക്കി, അല്ലാഹു അല്ലാത്ത എല്ലാവരും തൊട്ടും ഗനിയാക്കി. നമ്മൾ കുറേ പൈസ തന്നിട്ട് പോയി പണക്കാരനായി എന്നല്ല അതിനെ വേന. വഫതഹ അലൈക അബ്വാബ റിസ്ഖി വൽ ഖൈറിൽ കസീർ, ഇതുപോലെ തജീദിൻ്റെ ഹലികാർക്ക് അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്ന് ഹിക്കമി പറഞ്ഞിട്ടില്ലേ? ഖാലൽ ഇമാമുൽ ഖസ്തലാനി ഫിൽ മവാഹിബിൽ പറഞ്ഞു, ഖാലൽ ഹലീമി പറഞ്ഞതായിട്ട്. ഒന്നാമത്തെ ഖാലൻ്റെ മഖൂലാണ് ഇത്. ഖാലൽ ഹലീമി ഇലാഖിൽ ജുംല. ഖാലൻ്റെ ഷുഅബുൽ ഈമാനിൽ പറഞ്ഞതാണ് ഇത്. മിൻ തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ തഅലീമിൽ പെട്ടതാണ്. അല്ലാ യൂസഫ ബിമാ ഹുവ ഇൻദന്നാസ്, മറ്റുള്ള ജനങ്ങൾക്ക് പറയുന്ന ഔസാഫ് കൊണ്ട് പറയപ്പെടാൻ പാടില്ല. അതൊക്കെ കൂട്ടപ്പിക്കാൻ കഴിയൂല. എന്തിനാൽ മിൻ ഔസാഫിൽ ലാത്ത് എന്ന് പറഞ്ഞാൽ കുറവ് തോന്നിക്കുന്ന ഔസാഫ്. അത് മനസ്സിലായില്ല? അപ്പം അലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നഖസ്. അമ്മ മറ്റുള്ള ജനങ്ങൾക്ക് നഖസായി പറയുന്ന ഒറ്റ കാര്യവും തങ്ങളെ ഖദ്ദസായ ഹളറത്തിലേക്ക് ചേർക്കാൻ പാടില്ല എന്നാ പറഞ്ഞു വന്നത്. അപ്പം അതിൻ്റെ തഫ്രീയാണ് ഫലാ യുഖാലു, പറയാൻ പാടില്ല കാന ഫഖീറൻ, അത് തങ്ങൾ ഫഖീറായി പോയി എന്ന് പറയാൻ പാടില്ല. ഈ ആയിലിൻ്റെ അർത്ഥം വെച്ചിട്ട് എന്തുകൊണ്ട്? ലിഅന്നഹു യൂഹിമുൻ നഖ്സ, ഒരു പോരായ്മയത് ഇഹാമ് ചെയ്യും. ഇഹാമ് ചെയ്യുന്ന വാക്ക് പറ്റൂല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഷമായിലെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വളർന്നു. എന്താ ഔസാഫ് പറഞ്ഞാൽ ലോകത്തെ മാനിയോടൊത്ത് തങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിൽ അത് പറ്റൂലല്ല. വഅന്നഹു ഫഖീറുൻ ഖഹിറൻ ലഖ്തിയാറൻ എന്നും തോന്നിക്കുന്നു. നഖസിൻ്റെ മുള്ള അത്തഫ് മാറിയാൽ എന്താവും? താങ്കൾ ഫഖീറാകുന്നു എന്ന് ഉത്തരം കിട്ടില്ല. കുറച്ചപ്പുറണ്ട് ഒരു അത്തഫ് മാറിയതിൻ്റെ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസൽ ഖതീബാൻ താന്ന് പറഞ്ഞു, നീ മോശം ഖതീബാണ്. എന്താന്ന്? വഖഫല്ലാത്ത സ്ഥലത്തോണ്ട് പോയി വഖഫ് ചെയ്തു. അപ്പം എന്തായെന്നറിയോ? പുതിയൊരു മാന കിട്ടി. ആ മാനയാണെങ്കിൽ അള്ളാഹു റസൂലിനും പറയാൻ പറ്റാത്തതും. അപ്പം ഇബാറത്ത് വായിക്കുന്ന ആൾ, ഓതുന്ന ആൾ, ഖുതുബോതുന്ന ആൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഓർക്കല്ലേ എന്നുള്ള തള്ളിയിട്ട് നമ്മൾ നല്ലതാകാൻ പാടില്ല. ആ വന്നാക്ക് ചായ അടുന്ന് വിറ്റി വിളിച്ചോളാം. അപ്പം നെക്കസിൻ്റെ മുകളിലാണ് അത്തഫ്. അപ്പം വഅന്നഹു ഫഖീറുൻ ഖഹിറൻ ലാ ഇഖ്തിയാറൻ എന്നുള്ളത് എന്താണ്? ഈ നെക്കസിൻ്റെ ആ നസ്ബിൻ്റെ മഹല്ലുമൽ അത്തഫാണ്.
അത് നെക്കസിനെയും സൂചിപ്പിക്കും. തങ്ങൾ ഖഹറൻ ഫക്കീർ അഥവാ ഫക്കീർ ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ തങ്ങളെന്നുണ്ട് എനിക്ക് മിസ്കീനാകണം, എനിക്ക് ഈ ഫക്കറാന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ഫക്കർ അല്ല, ഇതൊന്നും ഉദ്ദേശിക്കുന്നു. അത് പറ്റൂല, അതബ് കേടാണെന്ന് പറഞ്ഞു. ഖാലൽ ഇമാമുൽ ഖസ്തല്ലാനി പറയുന്നു, വഖദ് ദക്കറൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുമാ ഫി ശിഫായിൽ പറഞ്ഞു. എന്നിട്ടോ വനഖലഹു അൻഹു ഖാദിയാറെ തൊട്ട് നഖലും ചെയ്ത് അശ്ശൈഖ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഖാദിയാറെ കിതാബിലെ ശിഫാന ബേസ് ചെയ്തുകൊണ്ട് എന്തിന് ഫീ കിതാബ് സൈഫിൽ മസ്ലൂൽ, ഊരിയെടുക്കപ്പെട്ട വാള് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാളാ അവിടെ നിലക്ക് നിർത്തും. അത് ഹിസിയായ വാളായിക്കൊള്ളുന്നില്ല. അപ്പം ഇക്കാലത്ത് പ്രത്യേകം വാള ഗെയിമ വേണം. അന്ന ഫുഖഹാ അൽ അന്ദുലുസി, അന്ദുലുസിലുള്ള ഫുഖഹാക്കന്മാർ അഫ്തൗ, അവർ ഫത്വ കൊടുത്തിട്ടുണ്ട് ബിഖത്ലി ഹാതിമിൽ മുതഫഖിഹ തുലൈതിരി, അദ്ദേഹത്തിനെ ഖത്ൽ ചെയ്യാനും വസൽബഹു തൂക്കി കുരിശിലേറ്റാനും ഫത്വ കൊടുത്തു. അയാൾ ചെയ്ത തെറ്റെന്ത്? ലിസ്തിഖ്ഫാഫിഹി ബിഹഖിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഹക്കിൻ അല്പം നിസ്സാരപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ വഴി ബാക്കി വെക്കാൻ പറ്റില്ല. അപ്പം ഇപ്പോഴുള്ള മുത്തക്കബീറും ജബ്ബാനെല്ലാം ആ കുട്ടി വിജയമാക്കണം. എന്താണത്? വതസ്മിയതിഹി ഇയ്യാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞ് അസ്നാ മുനാദറത്തി, അയാൾ മുനാദറൻ്റെ ഇടയിൽ ബിൽ യതീം, യതീം എന്ന് വസ്ഫ് പറഞ്ഞാൽ ആ ഖുർആനിലുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ അത് ഖുർആനിൽ ചിലതെന്താണ് അതിനെപ്പറ്റി പ്രത്യേക വ്യാഖ്യാനത്തിന് 2 മുജല്ലദ് കിതാബുകളുണ്ട്. തങ്ങളെപ്പറ്റി പറഞ്ഞ ഔസാഫുണ്ടല്ലോ, ഈ ഔസാഫ് വലിയ ഉന്നതമായ കമാലിൻ്റെ ഔസാഫാണ് എന്ന് തെളിയിക്കുന്നതാണത്. അവിടെ കാണാം, ഇത് അതിൻ്റെ പേരുണ്ട്, ഫിൽ ഖുർആനിൽ അറിയുന്നുണ്ട്. ഔസാഫ് സിഫാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുർആൻ. ഖുർആനെ തർക്കുന്നേ തുടങ്ങും. എന്തെല്ലാം പേര് വന്നിട്ടുണ്ട്? റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട്, നബി എന്ന് വിളിച്ചിട്ടുണ്ട്, മുസമ്മിൽ എന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ മുദ്ദസ്സിർ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ചിലത് ലാല് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലത് യതീമ എന്ന് പറഞ്ഞിട്ടുണ്ട്, അബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കലിമത്തും പറയും. ഇപ്പം ജീവിച്ചിരിപ്പിക്കുന്ന ഒരു പെണ്ണുങ്ങളെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ലോകത്തിന് വലിയ സെലക്ഷൻ കിട്ടിയിരുന്നു ഹക്കിൻ്റെ ഹലുകാരുടെ കയ്യിൽ. കിട്ടിയപ്പോൾ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് രണ്ട് മുജല്ലദ്. അപ്പം ഏതായിരിക്കട്ടെ, ഹാത്തം അയാളെന്താക്കിയെന്നറിയോ? യതീമേന്ന് പേര് പറഞ്ഞാൽ ആ പറഞ്ഞ ശരിയായില്ല. മാത്രമല്ല വസഅമിഹി, അദ്ദേഹം ബാധിക്കുകയും ചെയ്ത് അന്ന സുഹുദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹുദ് ലം യകുൻ ഖസ്ദൻ, അത് ബോധബോധമുള്ള പൈസ ഒന്നും ഇല്ലാറ്റി സാഹിദായിപ്പോയതല്ല. ഇല്ല, ഞാൻ സ്വയം ഒരു സാഹിദായി മാറലുണ്ടല്ലോ. ഇല്ല, ഞാൻ എന്താക്കണ്ട്? ഫക്കീറോ സാഹിദോ ആയിട്ടില്ല. അപ്പൊ ഇഷ്തിയാറ് പ്രകാരാക്കിയതെങ്കിലല്ലേ അത് പ്രത്യേക ഒരു കമാലിന്റെ വസ്തുവുള്ളൂ. അത് അവർ പറയുന്നത് അയാൾ വലവ് കാതൂർ അല തയ്യബാത്തൊക്കെ തിന്നാൻ കഴിയുമെങ്കിൽ കലഹ തങ്ങ തിന്നൂലേ. ഇപ്പൊ ആ ചോദ്യം പിന്നെ എത്രയോ നമ്മുടെ കൂട്ടത്തിന് മനസ്സിലാക്കന്മാരുണ്ട്. തങ്ങൾ ഇല്ലായ്മ ഉണ്ടാകുന്ന എന്താക്കി കഷ്ടപ്പെട്ടിന് ഉള്ള സമയത്ത് നല്ലോണം തിന്നിട്ടുണ്ട്. നാളെ ഒരാൾ ഇടുന്ന ഒരു പള്ളി എന്നോട് ചോദിച്ചു, ഒന്നും അറിയില്ല, എന്തല്ലോ പറയുന്നത്, ഓതുമില്ല, നൊട്ടിച്ചൊട്ടിക്കാനായിട്ട് മാത്രം കാലം കിടന്നല്ല അയാൾ. അയാളെ കേസ് തിരിഞ്ഞാണ്. ആള് വലിയ ആളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കിലി പറ്റാത്ത പറഞ്ഞപ്പോൾ എന്തായി? അലല്ലദീ, ഒരാളെ പേരിൽ നത്തം പറ്റോ സല്ലല്ലാഹു ഒരു കിതാബിന് അലല്ലദീ എന്ന് പറഞ്ഞാൽ അലാമൻ, ഒരുത്തൻ്റെ പേരിൽ വെച്ചാൽ അന്നേരം കുട്ടിയടി ഉസ്താദ് മറക്കുന്നു. എനിക്ക് കൂടുതൽ ഉസ്താദൊന്നുമില്ല, എൻ്റെ ഉപ്പേനുള്ളൂ. അലാമൻ, ഒരു നബിയുടെ പേരിൽ എന്ന് പറ. ഒരാളെന്ന് പറഞ്ഞാൽ പറ്റൂല. അല്ലതീ കൊണ്ട് ഉസ്കൂറിയില്ലേ പറയും. എന്നിട്ട് എന്താ പറയുന്നത്? ഈ കൊല്ലല് ശരിയാണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണോ?
ഖാല ശാരിഹ് സുർഖാനി റളിയല്ലാഹു അൻഹു പറയുന്നു വകുല്ലു വാഹിദത്തിൻ മിൻ ഹാദിഹി സലാസ്, ഇദ്ദേഹം പറഞ്ഞ 3 കാര്യമില്ലേ അതിൽ ഓരോന്നും കാഫിയത്തുൻ ഫിൽ ഖത്ലി, കൊല്ലപ്പെടാൻ അറിയാം. 3 വട്ടം കൊല്ലണമെന്ന് പറയും. ഇത് ഞാൻ 3 കാര്യം ഏതാന്ന്? 1, തങ്ങളെ ഹക്കിനെ ഉയർത്തി പറഞ്ഞില്ല. 2, ഫക്കീർ യതീം എന്ന് പേര് പറഞ്ഞു. സുഹദ് മനഃപൂർവ്വമുള്ളതല്ല, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാഹിദായി മാറിയെന്ന് പറഞ്ഞ കാരണത്താൽ. ഏത് പത്തല അന്തം പറഞ്ഞത് തന്നെയല്ലേ? അല്ല, അയാൾ വിവരമില്ലാത്ത ആളെന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് എത്ര പാട് കിതാബുണ്ടെന്നാണ്. 3-മത്തെ എന്താ പറഞ്ഞത്? തയ്യിബാത്ത് കിട്ടുമ്പോൾ അടിച്ച മാട്ടുമായിരുന്നു. അത് സഹദനായിട്ട് ഒഴിവാക്കിയതല്ല. അപ്പൊ അന്നഹുന്റെ അത്തഫ് ശ്രദ്ധിക്കണേ. അന്നഹു യൂഹിമുൻ നഖ്സ, നഖ്സിനെ അത് സൂചിപ്പിക്കും, ഒരു ദുസ്സൂചന ഉണ്ടാക്കും. വന്നഹു ഫഖീറുൻ എന്നതും സൂചിപ്പിക്കും. അപ്പൊ നഖ്സിന്റെ മോൾ അത്തഫാണിത്. പക്ഷേ വന്നഹു ഫഖീറുൻ കഹ്നുൽ ഇഖ്തിയാറൻ എന്ന ജുംല. അപ്പൊ 3 കുറ്റത്താണ്. അത് ഫിൽ ഖത്ലി ബില ഇസ്തിതാബത്തിൻ, അതിന് തൗബ ചെയ്യിപ്പിക്കലില്ല. തൗബ ചെയ്താലും കുറ്റത്തിന് ശിക്ഷിക്കും. ഇന്ദ മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബ്. ഇനി ونقل القسطلاني عن الشيخ تقي الدين السبكي رضي الله عنه أنه كان يقول لم يكن النبي صلى الله عليه وسلم فقيرا من المال قط. മാലിനാലുള്ള ഫക്കീറെല്ലാം എന്തുകൊണ്ട്? വറബദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമീൻ. മലകൾ പൊന്നാകാൻ വിചാരിച്ച നമുക്ക് കുറേ ഹദീസ് ഓതിയില്ലേ? എന്നാ പിന്നെ മാലിയ ഫക്കർ ഒന്നും നമ്മുടെ. അപ്പൊ കത്തുവിന്റെ ആ കൈത് കണ്ട അതെന്തുമില്ലാന്ന്? നഫീന്റെ മുകളിലോ മൻഫിന്റെ മുകളിലോ സമസ് പറഞ്ഞ ഖത്തു എന്ന് പറഞ്ഞാൽ ലം യകുനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീറൻ മിനൽ മാലി. ഖത്തുന്റെ ഹസ്റില്ലേ? വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്തു. നഫിയോടോ മൻഫിയോടോ? എന്താ കിതാബത്തെന്ന് പറഞ്ഞ വിധത്തിനാണ് ഇത്? നഫിയോട്. അതായത് തീരെ ആയിരുന്നില്ല എന്നല്ലാണ്ട് മാലിനെ കൊണ്ട് ഫക്കീർ വേറെയും ഫക്കർ തരം വേറെ ഉണ്ടെന്നല്ല അർത്ഥം കിട്ടില്ലേ. മാലിന്റെ ഫക്കർ വേറെയും ഫക്കർ ഉണ്ടെന്നാ വരിക. വ്യത്യാസം മനസ്സിലാക്കുന്നു. മറ്റേത് പറയുമ്പോ ഫക്കീറൻ മിനൽ മാലി, മാലിന് തൊട്ട് മാത്രമല്ല ഫക്കീർ, വേറെ എന്തെല്ലോ ഫക്കർ ഉണ്ട് എന്ന് വരും. അപ്പൊ ഫക്കറിന്റെ പടയിരിക്കും. അതല്ല. വലാ ഹാലുഹു, തങ്ങളെ ഹാലായിരുന്നില്ല. ഹാല ഫക്കീരിൻ, ഒരു ഫക്കീറിന്റെ ഹാലായിരുന്നില്ല. ഇതെന്താ കണ്ടമാനാൾ ചോദിച്ചോ? അങ്ങനല്ലേ? ബൽഖാന അഗ്നന്നാസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഗ്നന്നാസ് അള്ളാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഖനിയാരുടങ്ങൾ. അപ്പൊ ദുന്യാവിന്റെ അറള് കൊണ്ടല്ല എന്താക്കുന്നത്? തങ്ങളെ കാര്യങ്ങളും കൂടി പോകുന്ന അർത്ഥം. തങ്ങളുടെ നഫ്സിലും കുടുംബത്തിലുമുള്ള ദുന്യാവിന്റെ കാര്യങ്ങളെല്ലാം അത് കിഫാത്താക്കപ്പെട്ട് അള്ളാഹു തആല ഏറ്റെടുത്ത് നടത്തലാണ്. തജ്രീദിന്റെ അഹലുകാരെ പറ്റിയില്ല പേക്കമ്മിൽ പറഞ്ഞ്. സബബിന്റെ അഹലുകാർക്ക് കച്ചവടത്തിന്റെ വരുമാനം, മറ്റേ വരുമാനം, ശമ്പളം, മാസപ്പൊടിയിലുണ്ടോ? തജ്രീദിന്റെ അഹലുകാർക്ക് ഒന്നും ഉണ്ടാവില്ല. وكان الشيخ السبكي رضي الله عنه يقول في الحديث الذي رواه ابن ماجه والترمذي وغيرهما رضي الله عنهم പറയും اللهم أحيني مسكينا وتوفني مسكينا وحشرني في زمرة المساكين എന്ന് ദുആർക്കും. അപ്പൊ 3 മിസ്കീനായി. അപ്പൊ എന്താ? ഈ ചെലവിനെത്താത്ത സക്കാത്ത് വാങ്ങാവുന്ന മിസ്കീൻ എന്നല്ല അതിന്റെ മേന. ഫിഖിന്റെ ബാബിലൊരു മിസ്കീനില്ലേ? അതേതാന്ന്? 100 റുപ്യ ചെലവിന് വേണം.
75 റുപ്യ കിട്ടുന്നുണ്ട്, 25 എന്താക്കാം, ഒന്നിക്ക് ക്ഷമിച്ചിട്ട് ഒപ്പിക്കും, ആരോടും പറയണ്ട. അപ്പോൾ പൊരിച്ചൊന്നും കൂട്ടൂല, ചിലപ്പോൾ ഉപ്പിൻ്റെ ആട്ടേക്കും കൂട്ടലുണ്ടായാൽ കോഴി ചുട്ടതും മറ്റേതും മറിച്ചല്ലാക്കുമ്പോഴൊക്കെ പൈസ കൂടിയില്ലേ. ആ മിസ്കീനല്ല പറഞ്ഞ മിസ്കീന്. പിന്നെന്താണ്? ഒരു കിബറും കാട്ടാത്ത അള്ളാഹുവിൻ്റെ അളമത്തിന് മുമ്പിൽ എപ്പോഴും ഇസ്തിഖാനത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളാകണമെന്നാണ്. അൽ മുറാദു ബി ഇസ്തിഖാനത്തുൽ ഖൽബി എന്ന് പറഞ്ഞത്. ഖാല സുർഖാനി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറയും, തവാലുഉൽ ഖൽബി വൻകിസാറുഹു ഇലല്ലാഹി തആല. കൽബിന്റെ തവാലുഉം അള്ളാഹിനെ കൊണ്ടുള്ള ഇൻകിസാറും, അള്ളാഹിന്റെ വക്കുന്ന ഒന്നും കിട്ടാത്ത പക്ഷം ഒന്നും എനിക്കുണ്ടാവില്ല എന്നുള്ള ഇൻകിസാറാണ് എന്തിൻ്റെ വായന എന്നെ മിസ്കീനായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ആളാന്ന് ഞാൻ വലിയ ഡമ്പ് കാട്ടിയിട്ട് യുജുബും കിബറായിട്ട് നടക്കുന്ന ആളാക്കാൻ പാടില്ല. മസ്കനത്തുല്ലത്തി, ഒരു മസ്കനത്തല്ല. ഏത് ഫിഖിൽ പറയപ്പെടുന്ന മസ്കനത്തുണ്ടല്ലോ, ഈ അല്ല യജിദ മാ യഖഉ മൗഖിഅ മിൻ കിഫായത്തി, കിഫായത്തിന്റെ ഒരു സംഖ്യ. മസല 100 റുപ്യ, 100 റുപ്യയിലെ പകുതി പോലും എത്താത്ത ആളെ ഫക്കീർ എന്ന് പറയും. ഒരു 70-75% എന്താ തൽക്കാലം ഒപ്പിക്കബിൾ, അയാൾക്ക് മിസ്കീൻ കഴിയും. അപ്പൊ കിഫായത്തിന്റെ ഒരു മോക്കയിൽ ബാക്കിയാവാത്ത ഒന്നുമില്ല, അതോടെ തന്നെ ബാക്കിയാവുന്ന ഒന്നുമില്ല. സക്കാത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരാള്, അഹ്ലുബത്തിന് സക്കാത്തേ പറ്റൂലല്ലോ. ആ മിസ്കനത്ത് അർത്ഥം വെക്കാൻ പറ്റൂല. وكان الشيخ السبكي رضي الله عنه يسدد النكير على من يعتقد خلاف ذلك. ഇതിനെതിരായ അർത്ഥം വിശ്വസിക്കുന്ന ഒരാളാ കഠിനമായി എതിർക്കുന്ന ആളായിരുന്നു. കടുപ്പത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. തമ്പുരാന്ന് വിളിക്കുന്നവരോട് എതിർക്കുന്നത് പോലെ ശദ്ദുൻ നക്കീർ. എന്നിട്ടോ സുബ്കി ഇമാമിന്റെ സ്വഭാവം പറഞ്ഞത്. ഖാല സുർഖാനി പറയുന്ന ഹസനുൻ നഫീസുൻ, അത് നല്ല ഒരു പരിപാടിയാണ്. വഹാസിലുഹു അന്നൽ മംഫിയ സുആലു മസ്കനത്തിൻ തർജിഉ ഇലൽ ഖില്ലത്തി വഅദമിൽ കിഫായ. സാമ്പത്തികമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതുപോലെ കിഫായത്തിന്റെ അദമ്, അതിലേക്ക് മടക്കുന്നതല്ല തങ്ങൾ മിസ്കീനെ ആകണം ചോദിച്ചു. മനസ്സിലായിട്ടാമോ? ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഓരോരുത്തർക്ക് എന്തെല്ലോ ഇഷ്കാലം തുടങ്ങി. നിങ്ങൾക്കൊരാളൊന്നുമില്ല, അല്ല ജബറാക്കിയിട്ടില്ലേ, അല്ല എന്നെ പടക്കുക, അല്ല എന്നെ കയ്യിലും തരിക, അല്ല എന്നെ കുറ്റം ചെയ്യിക്കുക, അതിന് ശിക്ഷിക്കുക, ഇതല്ല ജബർ. ഞാൻ ജബർ നിങ്ങൾ ഭാഷാർത്ഥത്തിൽ അർത്ഥം വെച്ചിട്ടാണ് നിങ്ങൾക്ക് വഴങ്ങി. ഉസ്താദിന്റെ ഒക്കെ ഓതി പഠിച്ചിട്ടില്ല, അക്കീദ് കിതാബ് തൊട്ടിട്ടില്ല, അതാ ജബർ. ഞാൻ പണ്ട് തഫ്സീറെന്ന് പറഞ്ഞിട്ടാണ് സാബിക്ക് ലാഹിക്ക് ഖതമല്ലാഹു അലാ ഖുലൂബിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അതേതാണ് ലാഹിക്കാൻ? ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവർക്ക് ബാധ ഫലിക്കുകയേ ചെയ്യൂല എന്ന് പറഞ്ഞു. എന്നിട്ടാന്ന് ഖതമല്ലാഹു അലാ, അപ്പൊ അല്ലാഹ് ഖതമ ചെയ്തിട്ടില്ലേ ഫലിക്കാന്നുള്ള ചോദ്യത്തിന് നമ്മടെ കൃത്യമായി മറുപടി. അത് ലാഹിക്കാണ്. ഖാലൽ അല്ലാമത്തു സുർഖാനി പിന്നെയും പറയുന്നു, വനഹബുഹു, ഇതുപോലെ തന്നെയാണ് ഖൗലുൽ ഇമാമിൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഖൗലു. ഇസ്തിആദതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഫഖരി ലാ തുനാഫിൽ മസ്കന. കണ്ടോ, ഫഖറിനെ തൊട്ട് തങ്ങൾ കാവലിനെ തേടിയിട്ടുണ്ട്, മിനൽ ഫഖരി അല്ലേ. അപ്പൊ തങ്ങൾ ഇപ്പറേ കാവലിനെ തേടിയ ഫഖറാണ് തങ്ങൾക്കുണ്ടതെങ്കിൽ തങ്ങൾക്ക് ദുആ ഇജാബത്തില്ലെന്നില്ല അർത്ഥം കിട്ടില്ല. അപ്പൊ ചോദിച്ച മസ്കനത്തിന് അതും അതിന് പരസ്പരം എതിരില്ല. എന്തുകൊണ്ട്? ലിയന്നൽ ഫഖറ മുശ്തറക്കും ബൈന മഅനയൈനി. ഫഖറിന് രണ്ടർത്ഥമുണ്ട്. തസൗഫിന്റെ കിതാബിൽ കാണാം ഫഖീർ ഫഖീർ ഫഖീർ. ഖാലൽ ഫഖീറു ഉമർ ഇബ്നുൽ വർദ. ഇതിനർത്ഥം മാറാപ്പം കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി അല്ലെങ്കിലും തരണേന്ന് പറയുന്ന ഫഖീറാ.
ഉപ്പാപ്പാന്റെ കിതാബിൽ കാണല്ല ഫക്കീർ 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 എന്ന് പറയുന്നു. എന്താണ്? അൽ ഇഫ്തിഖാറു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലുള്ള ഇഫ്തിഖാറാണ്. വൽ ഇഅ്തിറാഫു ബിദ്ദുല്ലി വൽ മസ്കനതി ലഹു, അല്ലാഹു തആലക്ക് വേണ്ടി എപ്പോഴും കീഴ്പ്പെട്ട് ദുല്ല് കൊണ്ട് സമ്മതിച്ച് പറയാൻ. ഇഅ്തിറാഫ് അതിന് കീഴ്പ്പെട്ടു, അതാണ് ശരിയായ ഉബൂദിയത്ത്. ഉബൂദിയത്ത് എന്നൊരു ഹാലാന്ന്. ആ ഉബൂദിയത്ത് എന്നുള്ള ഹാലെന്താക്കും? അള്ളാഹുവിനെ പറ്റിയും ഇവനെ പറ്റിയും അറിയുമ്പോൾ രണ്ട് മാരിഫത്ത് കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാലാണ് ഇത് ഉബൂദിയത്ത്. ആ ഉബൂദിയത്തിൽ നിന്ന് പ്രകടമാകുന്ന പ്രവർത്തനങ്ങളാണ് ഇബാദത്ത്. അതുകൊണ്ട് എല്ലാം കെട്ടയിച്ച് പറഞ്ഞു. അപ്പം പറയാനുള്ള ഹക്ക് മുഴുവനും വീട്ടിയിരിക്കും. ഹാലെങ്ങനെ ഉണ്ടാകും? അതിന് ഹാലുണ്ടാകാൻ പറഞ്ഞില്ലേ? ആദ്യം ഇൽമും കിടക്കണം. ഇൽമ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാല്, അതുപോലെ തഫക്കുർ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ സുഹബത്ത് കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. സുഹബത്ത് കൊണ്ട് ഭാഷേനെ പഠിക്കുന്നില്ലേ? ഇവിടുന്ന് ഹിജായി അക്ഷരം അറിയാത്ത ആളുകൾ അവിടെ പോയി അറബി സംസാരിക്കുന്നുണ്ട്. ഒരു കിതാബോധി പഠിച്ചോ എന്ന് പറയാൻ നിവൃത്തിയില്ല. കുറെ തഫക്കുർ ചെയ്തിട്ട് തഫക്കുർ ചെയ്യാനും വേണ്ട ആദ്യം മാസവക്കയായ ഒരു മുഖദ്ദിമത്ത് ആണ് സ്വയംഭത്തോണ്ട് കിട്ടിയത്. രണ്ടാമത്തെ ഫഖർ എന്താണ്? ഫഖറുൽ ഇൽത്തിറാർ. അതേതാണ്? സാമ്പത്തികമായിട്ട് ആകെ ഞെരുക്കുന്നുണ്ടെന്ന് പട്ടിണി നടത്തിയാണ്. വഹുവ ഫഖദുൽ മാലിൽ മുൽതദ്ദി ഇലൈഹി, ഏതൊരു മാലിലേക്കാണോ ആവശ്യമായത് അതില്ലണ്ടായിപ്പോയി. മാലിന്റെ വസ്തുവാണത് അൽ മുൽതദ്ദിയിലേഹി. ഇതുപോലെ വിശക്കുന്ന ഒരാള് ഫഖദൽ ഖുബ്സ്, അയാൾക്ക് തിന്നാനൊന്നുമില്ല, റൊട്ടിയുമില്ല. ഖുബ്സ് എന്ന് ഖാസിൽ വരണ്ട, തിന്നാനപ്പെടുന്ന ഈറ്റബിളായ സാധനം ഒന്നുമില്ല. ഫഹാദല്ലദീ, ഈ രണ്ടാമത്തെ മാനാക്കുള്ളതാണ് ഇസ്തആദ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ തേടിയത്. അതാണ് കുഫറിന്റെ പക്കത്തെത്തിപ്പോയെന്ന് ഇവരെ പറഞ്ഞത്. വല്ലവ്വലു, ആദ്യം പറഞ്ഞതോ അൽ ഇഫ്തിഖാറു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്കുള്ള ഇഫ്തിഖാറാണ്. ഹുവല്ലദീ സഅല സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചോദിച്ചതും അതാണ്. തസവ്വുഫിന്റെ കിതാബിൽ പറയുന്ന എല്ലാ ഹിജമിൽ 5ഓളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫഖറാണ്. അപ്പം മനുഷ്യന്റെ ദാത്തിയായ വസ്ഫാന്നല്ലോ, ആ ദാത്തിയായ വസ്ഫോണ്ട് തഹഖുഖാൽ തന്നെ ഹാദിസാവുക എന്നത് തന്നെ മുഹദ്ദിസിലേക്ക് ഇഫ്തിഖാറില്ലേ? ഇനി അവിടെ ഇങ്ങോട്ടുള്ള ഇംദാദിന് കൊടുക്കുന്ന ആ മുബിദ്ദിലേക്ക് ഇഫ്തിഖാറില്ലേ? അത് അള്ളാഹിലേക്ക് മാത്രമല്ല, അള്ളാഹ് പടച്ച പടപ്പിലേക്ക് എല്ലാം ഇഫ്തിഖാറാണ്. കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം. قال عبد الله وكيف يكون صلى الله عليه وسلم തങ്ങൾ ഫഖീറൻ, എങ്ങനത്തെ ഫഖീർ? ഫഖർ ഇൽത്തിറാറിൻ വഫഖദ മാലിൻ, സമ്പത്തില്ലാത്ത ഇൽത്തിറാറിന്റെ ഫഖർ തങ്ങൾ എങ്ങനെയാവുക? വൽ ഹാലു ഖദ അറമല്ലാഹു തആല അലൈഹി അൻ യജ്അല ലഹു ബത്ഹാ മക്കത ദഹബൻ. അതാ മക്കയിലുള്ള പർവ്വതങ്ങളുണ്ടല്ലോ, അത് മുഴുവനും സ്വർണ്ണമാക്കി തരാമെന്ന് അല്ലാഹു തആല അവതരിപ്പിച്ചപ്പോൾ ഫഅബാദാലിക, അത് വേണ്ടാന്ന് വെച്ചാൽ നബിയ. അതിനൊരു കഷ്ടപ്പൊട്ടിച്ചാൽ തന്നെ ഇല്ലേ? ഈ മലയൊന്നും എടുക്കണ്ടല്ല, ഇത്ര കണ്ടോ ഒരു കൊണ്ട് പിടിച്ചിട്ട് മുടിച്ചൊക്കെ. വഖദ് ഖയ്യറഹു ബൈന അൻ യകൂന നബിയ്യൻ മലിക്കൻ, ഒരു നബി രാജാവായ നബിയാകണമോ ഔ നബിയൻ അബ്ദാ, അല്ലേ? എന്നിട്ടോ നബി അബ്ദായ നബിയാകണോ? ഫഖാല ബൽ നബിയൻ അബ്ദാ എന്നാണ് പറഞ്ഞത്. വഖയ്യറ ബൈനഹു അൻ-നുബുവ്വത്തി വൽ മുൽക്കി ഫഖ്താറ അൻ യകൂന നബിയൻ അബ്ദാ. فعن أبي أمامة رضي الله عنه عن النبي صلى الله عليه وسلم قال عرض علي ربي ليجعل لي بطحاء مكة ذهبا. അള്ളാഹു തആല എനിക്ക് അവതരിപ്പിച്ചു തന്നു മക്കയിലുള്ള ബത്ഹ, ആ മക്ക ആറക്കല്ലുണ്ടല്ലോ, സ്വർണ്ണമാക്കി തരട്ടെയോ? ഫഖാല ലാ യാ റബ്ബി, പഠിച്ചത് വേണ്ട. ഫഅറാഹ അയ്യമാ ശമമി ولكن نشبع يوما وأجوع يوما ليذكر الجائع فلا خاف في نسيانه لوما
طالما بات طاويا ولم يظهر لسوى خالقه طاقة ولا نصبا ولو شاء لعاد لاختلف الجبال فضة وذهبا فإذا جئت ഞാൻ വിശന്നാൽ തളർറഅതു ഇലൈക നിന്നെക്കൊണ്ടെന്താകും തളർറു വിശപ്പിൻ്റെ അഹ്ലുകാർ അറിയും രണ്ടാളോടും കൂടാം. അപ്പോൾ ഒരവസരത്തിൽ സബർ, മറ്റൊരവസരത്തിൽ ശുക്ർ. വദകർതുക നിന്നെ ഓർമ്മ വരും. വൈദാ ശബിഅതു ഞാൻ വിശപ്പ് മാറിയാലോ ശകർതുക വഹമിദ്തുക. കണ്ടോ? റവാഹു തുർമദി വഖാല ഹദീസുൻ ഹസനുൻ വറവാഹു ഇമാമു അഹ്മദ്. وتقدم في بحث تواضعه صلى الله عليه وسلم തവാദുഇന്റെ ബാബ് മുമ്പ് കഴിഞ്ഞ്. അവിടെ എന്തുണ്ട്? ഹദീസു തബറാനി ബിഇസ്നാദിൻ ഹസനിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഫീഹി അതിലെന്തുണ്ട്? ഫഅതാഹു ഇസ്രാഫീലു അലൈഹിസ്സലാം വന്ന് ഫഖാല ഇന്നല്ലാഹ ഖദ് സമിഅ മാ ദകർത തങ്ങൾ പറഞ്ഞ ഒന്ന് അല്ലാഹു തആല കേട്ടിട്ടുണ്ട്. ഫബഅസനി ഇലൈക എന്നെ തങ്ങളിലേക്ക് അയച്ചത് ബിമഫാതിഹി ഖസാഇനിൽ അർദ് ഭൂമിയുടെ മുഴുവൻ ഖസാനയും താക്കോല് തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഅമറനി അൻ അരിദ അലൈക എനിക്ക് തങ്ങളെ മേലിൽ അവതരിപ്പിക്കാനും ഉസയ്യിറു മഅക ജിബാല തിഹാമത തിഹാമയിലുള്ള പർവ്വതങ്ങൾ എന്താക്കണം തങ്ങളൊപ്പം നോക്കും. സുമർറദൻ വയാഖൂതൈൻ മുത്തും മാണിക്കും അങ്ങനെ ആകോ? അപ്പോൾ അത് കല്ലാക്കിയതല്ലേ? അല്ലാഹ് ഹയാത്തുണ്ടല്ല. അത് സാധാരണ പാറക്കല്ലാക്കിയത് അല്ലാഹ് ഹയാത്തുണ്ടല്ല. അതുപോലെ ദഹബൻ വഫില്ലത്തൻ അത് ഫഇൻ റളീത ഫഅൽതു തങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വഇൻ ശൈത നബിയൻ മലിക്കൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആക്കാം. വഇൻ ശൈത നബിയൻ അബ്ദാക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം സൂചിപ്പിച്ച തങ്ങൾക്കറിയാത്തതുകൊണ്ടല്ല, പക്ഷേ മൂപ്പർ ഏറ്റവും വലിയ സാഹിബാണല്ലോ. സാഹിബാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിസ്സഹ് പേടിയതാണ്. فقال صلى الله عليه وسلم بل نبيا عبدا بل نبيا عبدا بل نبيا عبدا قالها ثلاثا അങ്ങനെ 3 വട്ടം പറഞ്ഞു. ഇതെല്ലാം കൊണ്ടിരുന്നത് തങ്ങൾ സാമ്പത്തികമായ ഇടങ്ങേറിനല്ല ഈ 1000 ഫാഗ്നന്റെ വായന. അതുകൊണ്ടത് ഭാഷാർത്ഥത്തിൽ എന്താക്കി ഒരു അഫ്ദലുൽമ പഠിച്ച മുൻഷി ഉണ്ടായ ഖുർആന് തഫ്സീർ പറയാന്ന് പറഞ്ഞ മദ്ഹബ് എടുത്തത്. മുൻഷിയ പിന്നെ അഫ്ദലുൽമ പേരിന്റെ അർത്ഥം തന്നെ നോക്കടാ. വിലമാക്കളിന്റെ അഫ്ദലായ ആളെന്നല്ലേ. പിന്നെ ഖുർആൻ അർത്ഥമൊക്കെ കിട്ടുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് തിരിയുന്ന അർത്ഥ പണ്ട് കുട്ടിക്കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കിതാബിലൊക്കെ ഉണ്ടാവും. ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ കരയുമായിരുന്നു. കരച്ച് കണ്ടിട്ട് വെടിവോക്കന്മാരെ കട സ്തംഭിച്ചു നിൽക്കും. അപ്പോൾ ശത്രുക്കൾ വന്നിട്ട് എല്ലാത്തിനും അട്ടിപ്പയക്കും. ഇതെന്താന്നുള്ള നമ്മളെ മുൻഷിമാർ കരയുന്നതാണ്. അത് അതിനർത്ഥം ഓർക്കും അറിയില്ലേ എന്ന് ഞാൻ പിള്ളമാരായ കാലത്ത് ചിന്തിച്ചാണ്. 5 വയസ്സായി ഗ്രൂപ്പാണ്. അത്രയല്ലേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ മുൻഷിമാർ അറിയുന്ന അർത്ഥം അല്ല സിദ്ദീഖ് തങ്ങൾ അറിഞ്ഞ അർത്ഥം. ഹാദാ യൗമുലാ യൻതിഖൂന്ന് കേൾക്കുമ്പോൾ ഷാഫി ഇമാം ബോധം കെട്ട് വീണ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം വന്നത്. ഖിയാമത്ത് അവരുടെ മുമ്പിൽ ഷാഹിദായിപ്പോയി. ഹാദാ യൗമുലാ യൻതിഖൂൻ മരിച്ചുപോയിന്ന് വരെ വിവരം പറഞ്ഞു. അതെ. وعن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أتيت بمقاليد الدنيا ദുന്യാവിൻ്റെ സകല വസ്തുക്കളും അതിൻ്റെ എല്ലാം ഉണ്ടല്ലോ അല ഫറസിൻ അബലഖ് ഒരു കുതിരപ്പുറത്ത് എനിക്ക് കാണിക്കപ്പെട്ടു. ജാനി ബിഹി ജിബ്രീൽ അലൈഹിസ്സലാം അതുകൊണ്ട് വരുന്നു. തങ്ങൾക്ക് പണയം എടുത്തു. അപ്പോൾ ഫഖദ് തറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സിഹി അൻ ഹുതാമി ദുനിയ വഅംവാലിഹാ വദഹബിഹാ വഫില്ലതിഹാ. കണ്ടോ? ദുന്യാവിൻ്റെ ചരക്ക് അതിൻ്റെ അമ്പാലിനെ തൊട്ടെന്താക്കി തങ്ങളന്ന് ഉയർന്ന ജീവിതം ജീവിച്ചു. അതിലേക്ക് അടുക്കില്ല. എത്ര പേരെ ഖദീജ ബീബി പോയി ചോദിച്ചോ എന്ന് അബൂതാലിബ് മൂത്താപ്പ പറഞ്ഞു കൊടുത്തു. ഒരാളെല്ലാം അയക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും അയച്ചിട്ട് സമയം നഷ്ടപ്പെടുത്തണ്ട.
അത് പോകില്ല, ആവശ്യമുണ്ട് ഇങ്ങോട്ട് വിളിക്കട്ടെന്ന് പറഞ്ഞു. ബീബിക്കല്ല ആവശ്യമോ? എന്നിട്ട് ആളെക്കട്ടെ അത്രയും ദുനിയാവിനെ ചോദിക്കുന്ന ആളാകാൻ പാടില്ല. റഹബും ഫില്ലത്തും വലം ഞർക്കന്നില നഈമിഹ, ദുനിയാവിൻ്റെ നഈമിലേക്ക് തങ്ങൾ ചാഞ്ഞിട്ടില്ല. വലായില തറഫി ഐഷിഹ തറഫി ഐഷിഹ, അവിടെയുള്ള ജീവിതത്തിൻ്റെ ആഡംബരത്തിലേക്കും തങ്ങൾ ചിന്തിച്ചിട്ടില്ല. എത്ര ഒരു അസ്ഹാബിമാർ പറഞ്ഞിട്ടില്ലേ, നമ്മൾ തങ്ങൾക്ക് നടന്ന് ഉറങ്ങുന്ന കിടക്കുണ്ടാക്കി തരാം, ഈ പുല്ലമ്പായിൽ ഉറങ്ങണ്ട എന്നാ പിന്നെ അയക്കുമെന്ന് പറഞ്ഞില്ലേ. ലഹു, തങ്ങൾക്ക് അതൊക്കെ എളുപ്പമായിരുന്നു. ബൽ കാനത്ത് ഹിമ്മത്തുഹു അശ്റഫ മിൻ ദാലിക വ അസ്മാ, അപ്പൊ തങ്ങളുടെ ഹിമ്മത്ത് ഇതൊന്നുമല്ല, അള്ളാഹുലേക്ക് മാത്രം. വ അംജദ വ അഅല, തങ്ങളെ കാര്യം അവിടെ എടുക്കേണ്ട ചിലപ്പോഴുള്ള ഔലിയാക്കന്മാരുടെ കാര്യം ഓർമ്മിച്ചപ്പോരെ. ശേഷം ദാലിൽ അഫ്ഗാനെ തങ്ങളെ പുര കാണാൻ നമ്മ പോയില്ല. ഇടയ്ക്ക് അവിടെ അകന്തള്ളത് കയറുമ്പം തന്നെ ഇങ്ങനെയാക്കിയിട്ട് കയറണം. അത് ഉമ്മറപ്പടിക്ക് ഹൈറ്റ്, നമ്മളിവിടെ 12 അടി ഹൈറ്റ് ഉണ്ട്. മുട്ടും കുത്തിയിട്ട് ഉള്ള, അപ്പം അതിൻ്റെ ഉള്ളിലാകുള്ള ഹൈറ്റത്തിരാന്ന് തൊട്ട കൈ മുട്ടുന്നു. ഇങ്ങനെ മുള കെട്ടി തൂക്കിയിട്ട് ആടെ ഒരു കട്ടിൽ, ചാപ്പനങ്ങാട് ഉസ്താദിൻ്റെ ശേഷം ഇതിപ്പോൾ 55 കൊല്ലട്ടായി ഒഫാത്തേക്ക്. അപ്പം ഇക്കാലത്തുള്ള ആളല്ല. അതന്നെ അതന്നെ قال عبد الله بن مسعود, എന്നിട്ട് തങ്ങളോട് ആരല്ലോ ചോദിച്ചില്ല, അറബികൾ വന്നിട്ട് പോലെ വിളിച്ചെടുത്തേരാന്ന്, AC വെച്ചേരാണ്. എന്താ പറഞ്ഞാൽ എൻ്റെ കബറിൽ AC വെക്കുക, അങ്ങനെ നീ ചെയ്യാൻ ഞാൻ സമ്മതിക്കായിരുന്നു. അപ്പോൾ കബറിൽ AC വെക്കുക എന്ന് പറഞ്ഞാൽ മാഹിയിലെ പെട്രോൾ എന്ന് പറഞ്ഞാൽ തിരിയാത്തത് പോലെ അറബിക്ക് തിന്നിട്ടില്ല. ഓൻ കാണുന്ന ഈ AC അറിയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീദിൻ, ഒരു പായയിൽ തങ്ങൾ ഉറങ്ങി. ഫഖാമ, എണീച്ചു നോക്കുമ്പോൾ വഖദ് അസ്തറ ഫീ ജംബിഹി, തങ്ങളുടെ ജംബിൽ എന്തെങ്കിലും പായിൻ്റെ കലവേച്ചുണ്ട്. ഫഖുൽന, നമ്മൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദിനാ ലക വിതാഅൻ, തങ്ങൾക്ക് ഒരു കിടക്കുണ്ടാക്കി തന്നൂടെ. ഐ ഫിറാശൻ വതീഅൻ ലയ്യനൻ, നല്ല പദമുള്ള ഒരു കിടക്ക. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മാലി വലിദ്ദുനിയ, ഞാനും ദുന്യാവായിട്ട് എന്താണെന്നോ ബന്ധം. മാ അന ഫിദ്ദുനിയ, ഞാൻ ദുന്യാവിലുള്ള മിസാലി ഇല്ലാ കറാകിബിൻ, ഒരു യാത്രക്കാരനെ പോലെ. ഇസ്തവല്ല തഹത ഷജറത്തിൻ, ഒരു മരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കാനിരുന്നു, നട്ടുചുക്ക് അല്ലേ, അവിടെ സ്ഥിരതാമസില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സുമ്മ റാഹ, പിന്നെ അവിടുന്ന് പുറപ്പെട്ടു. ഒത്തറക്കാന്മാരെ അവിടെ തന്നെ വിട്ടിട്ട് പോയി. ഇതൊരു മിസാലാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ. وعن عائشة رضي الله عنها قالت دخلت علي امرأة من الأنصار, അൻസാരിമാരിൽപ്പെട്ട ഒരു പെണ്ണുങ്ങൾ എൻ്റെ അടുക്കലേക്ക് കയറി വന്നു. ഫറഅത്ത് ഫിറാശ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ വിരിപ്പ പണങ്ങ് കണ്ടിട്ട് ഖതീഫതൻ മസ്നിയതൻ, ഇങ്ങനെ മുടഞ്ഞ ഇതിൻ്റെ ഓലപ്പായില്ലേ, ഓല മുടഞ്ഞ. ഫബഅസതു ഇലയ്യ, എന്നിട്ട് എന്താക്കി, എന്നെ കൊള്ള പെണ്ണുങ്ങൾ അയച്ചു തന്ന ബി ഫിറാശിൻ ഹസ്ബുഹു സൂഫുൻ, സൂഫ് കൊത്തി നിറച്ച ഒരു തങ്ങൾ കൊടുക്കണമെന്ന് കൊടുത്തയച്ചു. ഫദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കയറി വന്നപ്പോൾ ഫഖാല മാ ഹാദാ യാ ആയിഷ, ഇതെന്താ ഒരു വിരിപ്പും ഒരു കിടക്കയിലും കടന്നു. ഖാലത് യാ റസൂലല്ലാഹ് ഫുലാനത്തുൽ അൻസാരിയ്യത്തു റളിയല്ലാഹു അൻഹാ ദഖലത്, ഇവിടെ വന്നിട്ട് ഫറഅത്ത് ഫിറാശക്, തങ്ങളുടെ വിരിപ്പ് കണ്ടല്ല. ഫദഹബത് ഫബഅസത് ഇലയ്യ ബിഹാദാ, ആ പെണ്ണുങ്ങൾ കണ്ടിട്ട് ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല, ആ പെണ്ണുങ്ങൾ കൊടുത്തയച്ചതാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റുദ്ദിഹി ആയിഷ, ആയിഷ മടക്കി കൊടുത്തേന്ന്. ഫവല്ലാഹി ലൗ ശിഅ്തു ലഅജറല്ലാഹു തആല മഈ ജിബാല الذهب والفضة, എനിക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്താ പർവ്വതത്തിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പർവ്വതങ്ങൾ അല്ലാഹുവിൽ എനിക്ക് അയച്ചു തരൂല്ലേ, ഞാനതുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ടെന്നാണ്. സ്വീകരിച്ചില്ല.
വറവാഹു അബു ശൈഖ് ബിലഫ്ള് അന്ന ഇംറഅതൻ ഖാലത് ദഖൽതു അലാ ആയിഷ ബിബിന്റെ അടുക്കൽ ഫമസിസ്തു ഫിറാശ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫിറാശ് തൊട്ട് നോക്കുമ്പോൾ ഫൈദഹു ഖാശിനൻ അത് പരിപരിക്കനാണ്. فقلت يا أم المؤمنين ബീബിയെ ഇന്ന ഇൻദി ഫിറാശൻ അഹ്സന മിൻ ഹാദാ വഅല്യൻ, ഇതിനാക്കാണ് ഭംഗിയുള്ളതും ഇതിനാക്കാണ് മാർദ്ദവമുള്ളതുമായി വിരിപ്പ് എൻ്റെ അടുക്കലുണ്ട്, കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ചുരുക്കത്തിൽ ഫലൈസ ഫഖ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറല്ല ഫഖ്റ ഇൽതിറാറിൻ, കുടുങ്ങിയ ഫഖീറായി മാറിയതല്ല. വഇന്നമാ ഇഫ്തിഖാറുൻ വഖ്തിയാർ, അല്ലാഹുവിൽ ഇഫ്തിഖാറാണ്. അള്ളാഹിനെക്കുള്ള എല്ലാ നിലക്കും ഓരോ സെക്കൻഡിലും ഇഫ്തിഖാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മക്കത് ബോധ്യമില്ല. പണ്ടല്ലേ നമ്മ പറഞ്ഞ എത്ര പറഞ്ഞു കഴിഞ്ഞാലും 5 ഇഫ്തിഖാറിനെ തൊട്ട് ഒഴിവാകൂല എന്ന് പറഞ്ഞില്ലേ? അത് അഖീദയിലാണ് നമ്മൾ സംസാരിച്ചത്. ഇഖ്തിയാറാണ്, അത് തന്നെ വേണമെന്നു ചോദിച്ചെടുത്ത് മറ്റേ മറന്നു വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതാ يعني أن ذلك افتقار إلى الله تعالى واستكانة له واختيار لعظيم الأجر ورفعة المقام عند الله سبحانه وتعالى. അള്ളാഹിൻ്റെ അടുക്കലുള്ള ആ ഉന്നതമായ പദവിയും ഈ ഇഫ്തിഖാറിന് ഉണ്ടാകുന്ന ആ സവാബും തങ്ങൾ ഇഖ്തിയാർ ചെയ്തുകൊണ്ടിട്ടാണ്. അപ്പൊ ഖിന എന്ന് പറഞ്ഞാൽ കുറേ പൈസ കോപ്പ് കിട്ടിയെന്നല്ല ഞാൻ വേന. ഇഫ്തിഖാറിന്റെ മാന മാറുമ്പോൾ ഫഖ്നാന്റെ മാനയും മാറും. ഇതൊന്നും ഓടുന്ന മനസ്സിലായി. വലൈസ ഖിനാഹു ഖിനാ ജംഇൻ വമൻഇൻ വസ്തിസാൽ, കുറേ പണം ശേഖരിക്കുക, അതിന് ജംഅ കുറെ ഒരുമിച്ച് കൂട്ടുക, കൊടുക്കാൻ ചിലപ്പോൾ കൊടുക്കണ്ടിക്കല് ജംഅ മൻഇ. ജാമ്യം മാനിയാകില്ലേ? അത് മന്തിക്ക് പറഞ്ഞാൽ ജാമ്യം മാനിയും വേറെ. തൊഴിലെല്ലാം കയറി വരണം, അല്ലാത്തെല്ലാം പുറത്തും പോകണം. ഇതാ മന്തിക്ക് പറയുന്ന ജാമ്യം മാനി. ഇവിടെ എന്താക്കും? പൈസ ഒരുമിച്ച് കൂട്ടുക, കൊടുക്കണ്ടിക്ക, കെട്ടിപ്പൂട്ടി വെക്കുക. അങ്ങനത്തെ ഖിനയല്ല ഇത്. ബൽ ഖിനാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിനാൻ ഫയ്യാൽ, എങ്ങനത്തെ ബിൽ അതാഇ വൽ ജൂദി വൽ ഈസാൻ. മുമ്പ് പറഞ്ഞില്ലേ, ഒരാള് ഒട്ടകത്തിന്റെ ഒട്ടകത്തിന് അജബ് തോന്നിയപ്പോൾ എനിക്ക് മണ്ണാടോന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ പിടിച്ചോന്ന് പറഞ്ഞു 100 ഒട്ടകം മലഞ്ചെരുവിൽ. യാചകന്മാർ തങ്ങൾക്കിലേക്ക് വരും. വയഖ്സിദുൽ മുഹ്താജൂന, ആവശ്യക്കാർ അവിടെ വന്നു ചേരും. അവർക്ക് കൊടുക്കുന്ന എത്രയാന്ന് കൊടുക്കുന്നതിന് കണക്ക് പറയാൻ കഴിയില്ല. അതാണ് അത് ഇബ്ഹാമാക്കി എന്ന് പറഞ്ഞ പോലെ ആ സംഗതി പറയൂല. ഇബ്ഹാമാക്കി വെച്ചാൽ എന്താന്നൊള്ളി ഊഹിക്കാൻ പോലും കഴിയൂല. മാ യുഅതീഹിം സുമ്മ യഅതീഹി സായിലുന, പിന്നെ അതാൾ വരുന്നു, ചോദിച്ചാളെന്നെ പിന്നെയും ചോദിച്ചിട്ട് വരും. فكان يأتيه الساعة فيعطيهم ما يعطيهم ثم يسألونه فيعطيهم പിന്നെയും കൊടുക്കും. حتى لا يبقى عنده شيء من المال, സമ്പത്തിൽ നിന്നുള്ള ഒന്നും തങ്ങടക്കിലേക്ക് ബാക്കി നിൽക്കൂല. ബൽ വലാ മിന തആമി, തആമിൽ നിന്നും ബാക്കി ഉണ്ടാവൂല. ഖൂതു ഇൻസാനിൻ, ഒരു മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ ആവശ്യമായ കതിര് പോലും അതുണ്ടാവൂല. ഫയതവി ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലുഹു വഹും ജിയാഉൻ, തങ്ങളും അവരും എന്താക്കും? പട്ടിണി കിടക്കുന്നവർ. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലഹും, അവരോട് പറയും, മാ യകൂനു ഇൻദി മിൻ ഖൈരിൻ, എൻ്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ഫലൻ അദ്ഖിറഹു അൻകും, നിങ്ങൾക്ക് തരാതെ ഞാൻ പൂട്ടി വെക്കൂല എന്ന് പറയും. അൽ ഹദീസ് കമാ തഖദ്ദമ ഫീ കർബ, അത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അതിനടുത്ത ആയത്തിലേക്ക് കടക്കാൻ പോകുന്നു. എന്തുണ്ട്? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ السائل ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഇവിടെ കണ്ട, ഇവിടെ തന്നെ ഉണ്ട്. യതീമിനോടുള്ളൊരു പെരുമാറ്റം പറഞ്ഞിട്ടുണ്ട്, സായിലിനോടൊരു പെരുമാറ്റം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്ത് എന്താക്കണം? 3 കാര്യം. മുമ്പെന്താത്തിനാണ് പറഞ്ഞത്? അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. അപ്പുറം 3. അപ്പം 3ന് 3 വേണ്ട. ഇത് സുലൂക്കിൽപ്പെട്ടതായിരിക്കും. ഈ കാര്യം സുലൂക്കല്ലേ?
മറ്റേത് അള്ളാഹ് തന്നെ ചെയ്തു കൊടുത്താൽ ജദ്ബാത്തിൽ പെടും. എന്താ പറയുന്നത്? വഫീ ഹാദിഹിൽ ആയാതി, ഈ 3 ആയത്തിലുണ്ട് മഅല്ലതി ഖബ്ലഹ, മുമ്പ് പറഞ്ഞ 3 ആയത്തുമായിട്ട് ലഫ്ഉം വനസ്ർ. ആദ്യത്തെ ലഫ്ഇൽ എന്താ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അലം യജിദ്ക യതീമൻ, യതീമായ അവസ്ഥ. അപ്പൊ തങ്ങൾക്കിലേക്ക് യതീമ് വന്നാൽ ഞാൻ തങ്ങളോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ യതീമിനോട് പെരുമാറണം. മനസ്സിലായില്ല? അലം യജിദ്ക യതീമൻ എന്നുള്ള ജദ്ബ. അപ്പൊ തങ്ങൾക്കിലേക്ക് യതീമ് വന്നാൽ എന്താക്കണം? ഇന്ന മാതിരി പെരുമാറണം. അപ്പൊ ഇവിടെ എന്താ ഫല തഖ്ഹർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കും? ഒറ്റ വാക്കിലെങ്കിൽ ചുരുക്കി, അല്ലെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. പിന്നെ രണ്ടാമത് എന്താ? അബാവതക്ക അപ്പൊ ആ 4 അല്ലേ, അത് 2 വിഭാഗം വരും. സാഹിലുണ്ടാവും, ഇൽമിനെ ചോദിച്ചു വരുന്ന ആളും ഉണ്ടാവും. അതെ, ഇൽമുണ്ടാവും. ഫലാ തൻഹർ. ഇനിയോ തങ്ങൾക്ക് അല്ലാഹു തആല എത്രയോ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്ത് എന്താക്കണം? ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അതൊരു ശുക്റാണ്. മുമ്പ് പറഞ്ഞല്ലോ, അത് ബടായി അളക്കലല്ല. ഫഅമ്മൽ യതീം ഫലാ തുദില്ലഹു വലാ തുഹക്കിറുഹു. അവനെ നിസ്സാരപ്പെടുത്തുകയോ അവനെന്താക്കണം? നിന്ദ്യമാക്കുകയോ ചെയ്യാൻ പാടില്ല. ബൽ അക്രിംഹു വബിർറഹു, ഇക്റാമാക്കണം. ബിർറ എന്ന് പറഞ്ഞാൽ അംറാണ്, അമ്രഫീലാണ്. വഅമ്മ സായില, സായിലിനോട് സായിലുൻ ബിഗയതഹു വഹാജതഹു, ഒരു ആവശ്യക്കാരൻ സായിലായിട്ട് വരും. അത് ഇൽമൻ കാന ഔ മാലൻ, ഇൽമുമാവാം മാലുമാവാം. ഫലാ തസ്ജുറുഹു, അവനെ ഓടിക്കാൻ പാടില്ല, പോയിക്കൊന്നും കാട്ടാൻ പാടില്ല. വലാകിൻ അക്രിംഹു ബിമാ സഅലഹു, ചോദിച്ചത് കൊണ്ട് എന്താക്കണം? ഇക്റാം ചെയ്യണം. ഇല്ലെങ്കിലോ ഔ റുദ്ദഹു ബിഖൗലിൻ ഹസനിൻ ജമീൽ, നല്ല ഖൗലും ഹസനും പറഞ്ഞിട്ടെന്താക്കണം? മടക്കുക. മൂന്നാമത്തേതാ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അത് മുമ്പും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. വലാ ഫഖറ വലാ ഫഖറ എന്ന് ആവർത്തിക്കുന്നില്ലേ? ലിഅന്ന ഫി തഹദ്ദുസി ബിഹാ, നിഅമത്ത് കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലുണ്ട് ശുക്ർ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യലുണ്ട്. എങ്ങത്തെ? അല്ലദി അൻഅമ ബിഹാ, ആ നിഅമത്ത് തന്നെ ചെയ്തു കൊടുത്ത അല്ലാഹു ആണല്ലോ. അപ്പൊ തഹദീസ് അസല് വാജിബാണ്. പക്ഷെ കേട്ടവനിക്ക് അസൂച തോന്നിട്ട് കുതന്ത്രം നടത്തുന്ന കണ്ടാൽ എന്താ കണ്ട പറയണ്ട. അല്ലെങ്കിൽ സ്വന്തം നഫ്സിന് ഉജുബ വരികയാണെങ്കിൽ അതും പറയണ്ട. പിന്നെ അതൊന്നും ഇവിടെ ഇല്ലല്ലോ. ومن ثم كان رسول الله صلى الله عليه وسلم يذكر نعمة الله عليه. അല്ലാഹു തആല തങ്ങൾക്ക് ചെയ്തു കൊടുത്ത നിഅമത്തിന് എന്താക്കും പറയും? അത് കുറേ കേട്ടില്ലേ? വയതഹദ്ദസു ബിമാ അതാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് തങ്ങൾ സംസാരിക്കും. മിനൽ മഖാമാതി, അതുപോലെ വമാ ഖസ്സഹു ബിഹി മിനൽ ഖുസൂസിയാതി, ധാരാളം ഖുസൂസിയാത്ത് തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? ശുക്രൻ, ശുക്രായിക്കൊണ്ട് പറയും. ഫഖർ പറയലല്ല. فمن ذلك قوله صلى الله عليه وسلم أنا سيد ولد آدم يوم القيامة. അത് ഹക്കം കിട്ടും പറഞ്ഞു. വലാ ഫഖറ, ഇവിടെ ഫഖർ പറയലല്ല. يكون ذلك من باب الشكر لا من باب الكبر, കിബിറിന്റെ ബാബല്ല, ശുക്രന്റെ ബാബാണിത്. وقوله صلى الله عليه وسلم ألا وأنا حبيب الله എന്ന് പറയും. ولا فخر آدم فمن دونه تحت لوائي ولا فخر എന്ന് പറയും. وقوله صلى الله عليه وسلم إذا كان يوم القيامة كنت أنا إمام النبيين. ഖിയാമത്ത് നാളാകുന്ന അവസരത്തിൽ ഞാനാണ് നബിമാരുടെ ഇമാമ്. വഖതീബഹും, തങ്ങൾ അമ്പിയാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്നതും ഞാനാണ്. വസാഹിബു ശഫാഅത്തിഹിം, അവർക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളും ഞാനാണ്. ഗൈറ ഫഖർ, ഇതൊന്നും ഫഖർ പറയുന്നതല്ല. അല്ല ഹദീസിൽ ഇലാ മാ ഹുനാലിക മിമ്മാ ഹദ്ദസ ബിഹി, അങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. أما فهذه السورة هي والضحى سورة تدل على وجوه من العنايات الإلهية برسوله صلى الله عليه وسلم. തങ്ങളെക്കൊണ്ട് അല്ലാഹു തആല ചെയ്ത ഇനായാത്തിന്റെ പല വജുഹുകളും ഇവിടെ അറിയിച്ചു തന്നിട്ടുണ്ട്.
وأنه سبحانه وتعالى قد تولى رسوله صلى الله عليه وسلم അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട് وتعهده في جميع أطواره തങ്ങളെ ശൈശവം മുതൽ അങ്ങ് ഇങ്ങോട്ടുള്ള എല്ലാത്തിലും തങ്ങൾ ഇവിടെ നുത്ഫത്ത് ഏതിൽ കൂടി കിടക്കണം അല്ലേ ലം തസൽ ഫീ ളമാഇരിൽ കൗനി തുഖ്താറു ലകൽ ഉമ്മഹാതു വൽ ആബാഉ ഹംസിൽ മുണ്ടോക്കിട്ടില്ലേ ളമാഇൽ കൗൻ ഏതാണ് ആലമുൽ ഗൈബ് ഇതിന്റെ മറഞ്ഞ ഭാഗം തുഖ്താറു ലകൽ ഉമ്മഹാതു വൽ ആബാഉ തങ്ങൾ ഉമ്മമാരാരായിരിക്കണം ഉപ്പമാർ ആരായിരിക്കണം തങ്ങളെ കൊണ്ടു നടക്കേണ്ടത് മുസ്തഖർ എന്തായിരിക്കണം മുസ്തൗദ് ഏതായിരിക്കണം അസ്ലാബ് ആരാവണം അർഹാം ആരാവണം എന്ന് അല്ലാഹു തആല ഇഖ്തിയാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇഖ്തിയാർ ചെയ്തതിന്റെ ലാസ്റ്റതാണ് സയ്യിദുനാ അബ്ദുല്ലാഹി വസയ്യിദത്തുനാ ആമിന റളിയല്ലാഹു അൻഹുമാ ഇനി ബാക്കിയുള്ള ഫളായിൽ വേണമെങ്കിൽ ഖസീനത്ത് വയ്ക്കും സയ്യിദി അഹ്വാലി ഇനി അടുത്തത് ഹിഫ്ളുല്ലാഹി തആല ലി റസൂലിഹി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മസാവിഇൽ ജാഹിലിയ്യത്തി മുൻദു ഹദാതത്തി സിന്നിഹി തങ്ങൾ ചെറിയ കുട്ടിയായ കാലം മുതൽക്ക് തന്നെ ജാഹിലിയത്തിൽ നടക്കുന്ന ചില മോശമായ പ്രവർത്തനം ചിലപ്പോൾ ഖിലാഫുൽ ഔലിയാകാതെ എന്നാലും അല്ലാഹു തആല എന്താക്കി തങ്ങളെ കാത്തിട്ടുണ്ട് لقد حفظ الله تعالى رسوله الكريم صلى الله عليه وسلم في منشئه ومرباه തങ്ങളെ ജനനം മുതൽ പോറ്റി വളർത്തുന്ന എല്ലാ രംഗത്തും കാത്തിട്ടുണ്ട് فشب سيدنا محمد صلى الله عليه وسلم على أشرف الأحوال അഹ്വാലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫുള്ളവരായിക്കൊണ്ട് കഴിഞ്ഞുകൂടി വാക്റമിൽ ഖിസാലി യക്ലഹുല്ലാഹു തആല അല്ലാഹു തആല തങ്ങളെ കാക്കുകയാണ് വജഹൂതുഹു അല്ലാഹു തആല ഇങ്ങനെ വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഏതൊരവസരത്തിൽ അല്ലാഹുവിൻ ഇനാത്തിൽ മിൻ അദ്നാസിൽ ജാഹിലിയ്യത്തി വമആയിബിഹാ ജാഹിലിയ കാലത്തുണ്ടായ എന്തെല്ലുണ്ട് മോശത്തരങ്ങൾ അതിൽ നിന്നെല്ലാം വമിഖില്ലത്തിഹാ വഖുസൂനാത്തിഹാ ചുരുക്കത്തിൽ അതിൻ്റെ മോശമായ കാര്യങ്ങളെല്ലാം തന്നെ എന്നിട്ടോ വയുഇദ്ദുഹുല്ലാഹു തആല അല്ലാഹു തആല അതിനായിട്ട് തങ്ങളെ റസൂലാക്കി നിയമിക്കാൻ എടുക്കുകയാണ് വയുമിദ്ദുഹു ലിമാ യുരീദുഹു സുബ്ഹാനഹു വതആല മിൻ ഇക്റാമിഹി ബിർരിസാല റിസാലത്ത് കൊണ്ട് ആദരിക്കലാണ് ഇവിടെ ഉള്ളത് അതിന് വേണ്ടുന്ന എന്തെല്ലാം വേണം അതിലോയിക്കൊണ്ട് അല്ലാഹു തആല അതിപൂരിയാണ് ഹത്താ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബലഗ അൻകാന റജുലൻ ദാ ശഗ്ലിൻ അലീം വലിയ പദവിയുടയ ഒരു റജുലായിക്കൊണ്ട് തങ്ങൾ വളർന്നു വരികയാണ് വമഖാമിൻ കരീം മാത്രമല്ല അഫ്ളല ഖൗമിഹി മുറൂവതൻ മുറൂവത്തിനാൽ ആ ഖൗമിൽ നിന്ന് ഏറ്റവും അഫ്ളലായവർ വഅഹ്സനഹും ഖുലുഖാ സ്വഭാവത്തിനാൽ ഏറ്റവും ഹസനായവർ വഅക്റമഹും ഹസബാ ഏറ്റവും ഉന്നതരായ കുടുംബം പാരമ്പര്യം വഹസനഹും ജിവാറ അടുത്തുള്ള പെരുമാറ്റത്തിനാൽ ഏറ്റവും അഹസനായവർ വഅലമഹും ഹിൽമ സഹനശക്തി പറഞ്ഞില്ലേ അതിനാൽ ഏറ്റവും കൂടിയവർ വസുദഖഹും ഹദീസ സംസാരത്തിനാൽ ഏറ്റവും സിദ്ഖുള്ളവർ വഅലമഹും അമാനതൻ വഅബഅദഹും മിനൽ ഫുഹ്ശി വൽ അഖ്ലാഖി ദനിയ മോശമായ സ്വഭാവത്തിനെ തൊട്ടും ഫുഹ്ശിനെ തൊട്ടും ഏറ്റവും അകന്നവർ തനസ്സുഹൻ വ തഖറുമ ഹത്താ സമ്മാഹു ഖൗമുഹു ഖൗമുകൾ പേരിട്ട് എന്താണ് അസ്സാദിഖുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ജനങ്ങൾ വകാനു യുഖിറൂന ലഹു ബിദാലിക അതുകൊണ്ടാണ് ജനങ്ങൾ ഇതാക്കലി അവർക്ക് സമ്മതിച്ചു കൊടുക്കുന്നത് വയഅതരിഫൂന ലഹു ഫീ മവാഖിഫിഹിം അൽ ഖാസ്സത്തി വൽ ആമ്മ അവർ കൈകാര്യം ചെയ്യുന്ന പൊതുകാര്യമാവട്ടെ പ്രത്യേക കാര്യമാവട്ടെ തങ്ങൾക്കാണ് അതിൻ്റെ പൂർണ്ണ അധികാരം എന്താ റവ ശൈഖാനി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലമ്മാ നസലത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയില്ലേ സൂറത്തുൽ ഹിജ്റിൽ അത് നമ്മൾ ഇവിടെ ഓതിയിട്ടുണ്ട് കണ്ണൂർ ഓതിയിട്ടുണ്ട് സഅദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അല സഫാ സഫാ മലമക്കേറി ഫജഅല യുനാദി എന്നിട്ട് വിളിച്ചു യാ ബനി ഫിഹിർ യാ ബനി അദിയ്
അതേടന്ന് തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽ ഓരോ കുടുംബക്കാർ അറബികളിൽ ഏതൊരാളെ പാരമ്പര്യം എടുത്താലും ഈ 20 ഉപ്പാപ്പന്മാർ ആ നട്ടലിൻ്റെ ഓരോ ജോയിന്റിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനാണ് വരെയുള്ള ഒരു നട്ടലുണ്ടല്ലോ ഇങ്ങനെ അതിലേക്ക് ചെന്ന് മുട്ടും ഏതാളെ കബിലെടുത്താലും. യാ ബനി ഫിഹിർ യാ ബനു അദി യാ അങ്ങനെ അല്ലി ബുത്തൂനി ഖുറൈശ്. അത് ഹദീസ് ഇഖ്തിസാറാക്കിയതാണ്. ഖുറൈശികൾ ഓരോന്നിനെടുത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി കുല്ലുഹും فقال صلى الله عليه وسلم ചോദിക്കുന്നു أرأيتكم لو أخبرتكم أن خيلا بالوادي تريد أن تغير عليكم كنتم مصدقيا. ആദ്യത്തെ ആമുഖം എന്താ, ഈ വാദിയിൽ നിന്ന് ഒരു ശത്രു കൂട്ടങ്ങൾ എന്താക്കണം, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കയറി വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ സത്യമാക്കോ ഇല്ലയോ? ഒന്ന് മനസ്സിലായ? അറഅയ്തകും നിങ്ങൾ പറയും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി, ഈ വാദിയിലെ ഒരു കുതിര സംഘം തുരീദു അൻ തുഗീറ അലൈക്കും, നിങ്ങൾ ആക്രമിച്ച് കീഴടക്കി കൊള്ളടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അകുൻതും മുസദ്ദിഖിയ്യ, എൻ്റെ തസ്ദീഖാക്കുന്നവരാണോ? ഖാലൂ നഅം, അതെ തീർച്ചയായും. എന്താ അതിൻ്റെ കാരണം? മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, സിദ്ഖല്ലാതെ തങ്ങളെ വാക്കുന്നത് ഇതുവരെയും കേട്ടിട്ടില്ല, പരിചയമില്ല. ആരാ സമ്മതിക്കുന്നത്? ഇപ്പം മുത്തക്കബീറും ജബ്ബാറിന്റെ പോക്ക് പറയുന്നത് ഓൻ ഇസ്ലാമിലല്ല. فقد أعلنوها أنهم ما جربوا عليه صلى الله عليه وسلم إلا الصدق منذ صغره. തങ്ങൾ കുട്ടിയായ കാലം മുതൽക്ക് ഇതുവരെയും ഒരു കളവ് പറഞ്ഞതിൻ്റെ പരിചയം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഓരെല്ലാവരും വ്യക്തമായി സമ്മതിപ്പിച്ച് മുഖദ്ദിമ പറഞ്ഞിട്ട് ചോദിക്കുന്നു. എന്ത്, നിങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇതിൻ്റെ പിന്നിൽ ഒരു ആഖിറം വരാനുണ്ട് എന്ന് പറഞ്ഞ വിശ്വാസത്തിലേക്ക് അതിന് മുഖദ്ദിമ ഒന്നാമത്തെ. അപ്പം എന്താ, ഷാഹിദിനോട് കായിബിലെ ഖിയാസാക്കി. അപ്പം മക്കീസുൻ അലിഹിക്ക് ഉറപ്പില്ലെങ്കിൽ ഈ ഖിയാസ് പൊളിഞ്ഞില്ലേ? ഏതാ ഷാഹിദ്? ഈ ഇത്രയും കാലത്തെ ജീവിതം, 40 കൊല്ലത്തെ ജീവിതത്തിൻ്റെ ഇടയിലുള്ളതാണ് ഇവർ എന്താണ് ഷാഹിദ് പറഞ്ഞത്. ആ ഷാഹിദിൻ്റെ മോൾ എന്താക്കും, വരാൻ പോകുന്ന വാർത്തകൾ ഖിയാസാക്കി അത് ഉറപ്പിച്ചിട്ട്. فمن ذلك ما رواه ابن إسحاق رضي الله عنه أن النضر بن الحارث എന്ന് പറഞ്ഞ ആള്, അയാളാണെന്ന് ബയ്യ പറയും ഞങ്ങളെ കടുത്ത ശത്രു ആയിരുന്നു. നളർ ബിൻ അൽ ഹാരിസ് തറത്തിൽപ്പം ചെല്ലണ്ട. ഖുറൈശികളെ, ഇന്നഹു വല്ലാഹി ഖദ് നസല ബിക്കും അംറുൻ, വലിയൊരു കാര്യം നിങ്ങൾക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്താ, തങ്ങളനുസരിക്കാൻ ഞാൻ ശിക്ഷ വരുമെന്ന്. പിന്നെ അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിങ്ങളുടെ കയ്യിലില്ല. قد كان محمد صلى الله عليه وسلم فيكم غلاما حدثا, നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ഗുലാമായി വളർന്നവരല്ലേ. അർളാക്കും ഫീക്കും, നിങ്ങളിൽ ഏറ്റവും തൃപ്തികരമായ ഒരാളായിരുന്നില്ലേ. വഅസ്ദഖകും ഹദീസ, സംസാരത്തിനാൽ ഏറ്റവും സിദ്ഖുള്ളവരായിരുന്നില്ലേ. വഅലമകും അമാനത്തിനാൽ ഏറ്റവും അളമായിരുന്നില്ലേ. അപ്പൊ തങ്ങളെ വസ്ഫാണ് ശത്രുക്കൾക്ക് ശത്രുവിന്റെ നേതാവ് വെള്ളി കൊടുക്കും. അവരെ നരബാധിക്കുന്ന പ്രായമായപ്പോൾ എന്ന് പറഞ്ഞാൽ സുഖം തന്നെ ചെന്നി അത് നിങ്ങൾക്ക് കൊണ്ടുവന്നു. ഇത്രയും പ്രായമായിട്ട് നിങ്ങളിലേക്ക് എന്തായാലും ഖുർആനുമായിട്ട് വന്ന്, അപ്പൊ ഇത്ര കാലം കളവറിയാത്ത ആള് നരബാധിക്കാൻ തുടങ്ങുമ്പോൾ വയസ്സ് കത്ത കളവറിയിരുന്നു അയാൾ ചോദിക്കുന്നു. കൊൽത്തും, അപ്പം നിങ്ങൾ പറഞ്ഞെന്താന്ന്, സാഹിറാണ് അല്ലേ? ലാ വല്ലാഹി മാ ഹുവ ബിസാഹിർ, തങ്ങൾ സാഹിറല്ല. ലഖദ് റഅയ്തുന അസ്സഹറത വനഫസഹും, സാഹിര്യങ്ങൾ ആരാണെന്നും അവരുടെ മന്ത്രവാദം എന്താണെന്നും ഞാൻ കണ്ടാണ്. അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. വഅഖദഹും, അവർ കെട്ടിക്കൊടുക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വഖുൽതും, നിങ്ങൾ പറഞ്ഞില്ലേ കാഹിൻ അല്ലേ? ലാ വല്ലാഹി മാ ഹുവ ബികാഹിൻ, തങ്ങൾ കാഹിനല്ല. എന്തുകൊണ്ട്? ഫഖദ് റഅയ്ന അൽ കഹനത വതഖാലുജഹും വസമീന സജഅഹും, അവരുടെ കഹാനത്ത് എന്താണെന്നും അവരുടെ ജനങ്ങളെ പറ്റിക്കുന്ന രീതി എന്താണെന്നും ഇല്ലാത്തെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പേടിപ്പിച്ചിട്ടല്ലേ ആക്കി. അതാ ഈ ഇവിടെ കെമലക്ക് തിരിച്ചെടുത്തോന്ന് പറയും.
ഇവിടെ എങ്ങാനും വല്ലതും സംഭവിച്ചെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്നും പറഞ്ഞിട്ട് അയാൾ ബോധം കെട്ട് പുകലോ ഒരു പാച്ചൽ ഇതാ തഹാലുജി. അപ്പോൾ ആളെല്ലാം പിടിച്ചു. ഇവിടെ എന്തോ വരാൻ പോകുന്നുണ്ട്. ഇവരൊക്കെ വെച്ചിട്ടാ ഇതൊക്കെ ഇവരൊക്കെ വെച്ച വരെയല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊക്കെയും എല്ലാവരും നെറിച്ച് നടക്കും. ഏടിയില്ലാത്ത നെറിച്ചു. വരുമാനം ഒരു 10 ലക്ഷത്തിൻ്റെ വരുമാനം ഇല്ലെങ്കിൽ സംഗതി അകനല്ലാകനെ അകറ്റ് കഴിഞ്ഞു കൊടുക്കും. ഇവരെന്തുകൊണ്ട് എന്നാ തഹാലുജി സമീന സജ്ജം ഓറ സജ്ജം പിച്ച ചില വാക്കുകളുണ്ട്. തന്ത്രമന്ത്ര കുതന്ത്ര നിങ്ങളാലെല്ലാം അറിയുന്നു. യന്ത്രമന്ത്ര തന്ത്ര കുതന്ത്രാദികളാലാണ് നിങ്ങൾ റൊക്കടെല്ലാം മാറ്റല്. ഓർത്തണ്ട നീ പറയണം. എന്നിട്ട് വഖുൽതും ഷായിറുൻ, നിങ്ങൾ ഷായിർ എന്നല്ലേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ വല്ലാഹി മാ ഹുവ ബിശായിർ, തങ്ങൾ ഷായിറല്ല. ഖദ് റഅയ്ന ശിഅറ, പദ്യം എന്താന്ന് നമുക്കറിയാം. വസമിഅന അസ്നാഫഹു കുല്ലഹ, അതിൻ്റെ എല്ലാ ഇനങ്ങളും നമുക്ക് കേട്ടാളാം. വഹർദസഹു വറദസഹു, അതിൽ ഓരോ ഇശലുകളും രജസുരശലി ബഹ്റുത്തവി ബഹ്റു കസീർ എന്നൊക്കെ പറഞ്ഞിട്ട് പല 16ഓളം വധുവിനുണ്ടല്ല. വഖുൽതും മജ്നൂൻ, നിങ്ങൾ ബന്ധങ്ങളെ പറ്റി പറഞ്ഞെന്താണ്? മജ്നൂനാണെന്നല്ലേ. ലാ വല്ലാഹി മാ ഹുവ ബിമജ്നൂൻ, മജ്നൂനും അല്ല. ലഖദ് റഅയ്നൽ ജുനൂന ഹമാ ഹുവ ബിഖാനതിഹി, എന്താ ജുനൂൻ എന്താന്ന് പറഞ്ഞാൽ ജുനൂനോടുണ്ടാകുന്ന സ്വഭാവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. വലാ വസ്വസതഹു വലാ തഖ്ലീതഹു, ഈ ജുനൂനുണ്ടാകുന്ന വസ്വസത്തും തഖ്ലീത്തും ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ തങ്ങളെ തൻസീഹാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. യാ മഅശറ ഖുറൈശിൻ ഫൻദുറൂ ഫീ ശഅനിക്കും, നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ നല്ല ആലോചിച്ച് പ്രവർത്തിച്ചോ. ഫഇന്നഹു വല്ലാഹി ലഖദ് നസല ബിക്കും അംറുൻ അലീം, ഭയാനകമായ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ ഈ നദർ ആരാന്നറിയോ? ഫഖാല ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, വകാന നദർ ഇബ്നുൽ ഹാരിസ് മിൻ ശയാതീൻ ഖുറൈശ്, ഖുറൈശികളെ ശൈത്താന്മാരിൽപ്പെട്ട ഒരാളാണ്. അയാളെ പറഞ്ഞു കൊടുക്കും തങ്ങളെ മതി. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കുന്ന ഒറ്റ പറയാൻ കഴിഞ്ഞിട്ടില്ല. വമിമ്മൻ കാന യുഗ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാണ്ട് ശല്യം ചെയ്യുന്ന ശൈത്താന്മാരിൽപ്പെട്ടവനാണ് ഈ നദർ ഇബ്നുൽ ഹാരിസ്. അബൂ സുഫിയാൻ ശത്രുപക്ഷം നിൽക്കുമ്പോൾ എല്ലാം കളവനായിട്ടുണ്ടോന്ന് ഹിറക്കിൽ ചോദിച്ചപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കരാറ് വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം ചോദിച്ചല്ലോ. ومن ذلك ما رواه ابن إسحاق وغيره رضي الله عنه عن المسور بن مخرمة رضي الله عنه قال قلت لأبي جهل ചോദിച്ച്, അബൂ ജഹൽ ആരാന്നറിയോ? വകാന ഖാലി, എൻ്റെ അമ്മാവനം അബൂ ജഹലെ ആരാ? മിസ്വർ. യാ ഖാലി, എൻ്റെ ഇക്കാക്ക, ഹൽ കുന്തും തത്തഹിമൂന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ കദിബി, നിങ്ങൾക്കായിരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കായിട്ടുണ്ടോ? കാബില അൻ യഖൂല മഖാലത, ഈ കലാമ് പറഞ്ഞതിന് മുമ്പ് ഇപ്പം എന്താന്ന് എനിക്ക് റസൂലാക്കിയിട്ടുണ്ട്, ഖുർആൻ അറിയുന്നില്ല പറയുന്നത്. ഇതിന് മുമ്പ് കളവ് പറഞ്ഞ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഐ കാബില അൻ യഖൂല ഇന്നി നബിയുല്ലാഹി എന്ന് പറയുന്നതിന് മുമ്പ്. ഫഖാല, അബൂ ജഹൽ പറഞ്ഞെന്താണെന്നറിയോ? വല്ലാഹി ലബ്ന ഉഖ്തി, എൻ്റെ മെരിയോനെ, ലഖദ് കാന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശാബൻ യുദ്ആ ഫീനാ അൽ അമീൻ, നമ്മളെ കൂട്ടത്തിൽ അൽ അമീൻ എന്നറിയപ്പെടുന്ന യുവാവാണ് തങ്ങൾ എന്ന്. ആര് പറയുന്നത്? ഫലമ്മ വഖതഹു ശൈബു, അങ്ങനെ കുറച്ച് നര ബാധിക്കുന്ന വെച്ചാൽ ബലഗൽ 40 വഖാറബൽ മശീബ്, തന്നെ നരച്ചിട്ടില്ല, നരക്കാനുള്ള പ്രായത്തിലേക്ക് അടുത്തപ്പോൾ, അതായത് 40 വയസ്സെത്തിയപ്പോൾ ലം യകുൻ യക്ദിബു, അവിടുന്ന് അങ്ങോട്ട് കളവ് പറയുന്ന ആളായും ചെയ്യില്ല അല്ലേ? കൊൽത്തു, എന്നാ പിന്നെ എനിക്ക് എന്താ അംഗീകരിക്കാത്തത്? അത് പറയേണ്ട കാരണം പറയും. അവൻ്റെ സോക്കേട് എന്താണെന്ന്. قلت يا خالي فلم لا تتبعونه, എന്നാ പിന്നെ അൽ അമീനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നതിന് എന്താ ഇവിടെ മുടക്കം? فقال يا ابن اخي اختي, എൻ്റെ ഉഖ്തിൻ്റെ മോനെ, തനാസഅനാ നഹ്നു വബനൂ ഹാഷിം الشرف, ഇവനാരാന്ന്? അറബിയിലെ ഒരു കബീല, ബനൂ ഹാഷിം മറ്റൊരു കബീല. എല്ലാ ഷറഫിലും ഞങ്ങളെന്താക്കി നേരം മത്സരിച്ച് എന്താന്ന് ഇവരെല്ലാം മറികടക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോവുകയെന്ന് പോലീസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫഅത്അമു വഅത്അംന, അവർ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പത്തൊന്നുണ്ടാക്കും മത്സരം.
വസഖൗ അവർ വെള്ളം കുടിപ്പിക്കുമ്പോൾ വസഖീന നമ്മളും വെള്ളം കുടിപ്പിക്കും. വാജാറു അവർ എന്താക്കും മറ്റുള്ള ആളുകൾക്ക് അഭയം കൊടുക്കുമ്പോൾ വാജറിന നമ്മളും അഭയം കൊടുക്കും. അപ്പം എന്താ ആ മറുവശത്ത് ചെയ്യുന്നു അതെല്ലാം ഇവിടെ ചെയ്യും. ഫലമ്മ തജാസൈനാലി അങ്ങനെ എന്താക്കുന്നറിയോ, ഇനി മറികടക്കാൻ കഴിയാത്ത രൂപത്തിലെത്തിയപ്പോൾ നമുക്കില്ലാത്തൊരു പോർച്ച അപ്പുറം ഉണ്ടായി. ഏതാണ്? വകുന്നാഫിൽ മഖാരിമി വൽ മഫാഖിരി കഫർസൈ റിഹാലിൻ. ഈ പന്തയം വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താക്കും, കുതിരനെ ഒട്ടകത്തിന് സമായിട്ട് നിർത്തൂല, ഇവിടുന്ന് ഓടിയാലല്ലേ ജയിക്കല്. ഇതേമാതിരി നമ്മളെ കബീല ഒരു കുതിര, ബനു ഹാഷിം ഒരു കുതിര, മുത്തസാബീനി കാലു ഐ ബനു ഹാഷിമ പറഞ്ഞു ബിന്ന നബിയുൻ, നമ്മളെ കൂട്ടത്തിൽ നബിയുണ്ട് എന്നവർ പറയുമ്പോൾ നമ്മുടെ കൈമ നബിയില്ല. അപ്പം നമ്മളെന്താ പിന്നോട്ടടിച്ചു. ഈ പകയാണ് ഒട്ടാകിനുള്ളിലുള്ളത്. അതാ ഈ നബി ഉണ്ടാവുക എന്നത് നമ്മ എങ്ങനെ കൊടുക്കുക? അവിടെ നമ്മ പിന്നോട്ടടിച്ചു പോയി അങ്ങോട്ട് ഓടീന. അത് ഇതിന്റെ വിഷയം എന്താക്കും നമ്മൾ കണ്ണൂരെ ഇതിൽ വരും. നമ്മളെ കൂട്ടത്തിൽ വേറെ നബിയും കൂടെ വരണോ എന്നാ വിശ്വസിക്കണം. രണ്ടാളുണ്ടായിക്കോട്ടെ നിരുസാകരിച്ചും പ്രവർത്തിച്ചൂടെ? ഫളായിലിന്റെ വിഷയത്തിൽ ബനു ഹാഷിമിനെ പോലെ നമുക്കാകണം. അപ്പോൾ അബൂജഹലിനെ സമ്മതിക്കുന്നു. അത് മറ്റൊരു സംഭവം പറയും. ഖുറൈശികൾ കഅബ ഉണ്ടാക്കാൻ വേണ്ടി കഅബത്തിന്റെ പണി ഒന്ന് പൊളിച്ചെടുക്കത്തില്ലേ, തങ്ങൾക്ക് 35 വയസ്സ്. ഹജറുൽ അസ്വദ് ആര് വെക്കണം എന്നുള്ളതിന് തർക്കമായി. ബനു ശൈബ അതിൽ കൂടി ആദ്യമായി കയറുന്ന ആളാരാണോ അവർക്ക് ഇതിനെ തീരുമാനം കൊടുക്കാൻ തുടങ്ങും. നോക്കുമ്പോൾ തങ്ങളാ കയറി വരുന്നത്. അത് അമീൻ വരുന്നതാണ്. അതാ നമുക്ക് എല്ലാവർക്കും ഓറ സ്വീകരിക്കാം. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ ബുദ്ധിയുടെ അർദ്ധഹിയത്ത് പറയുമ്പോൾ എന്നിട്ട് തുണി തലിക്കെട്ടി പിരിച്ചിട്ട് അതിൽ വെച്ച് ഓരോ കബീലക്കാർ പിടിച്ചില്ലേ. തങ്ങളുടെ ചെറിയ പ്രായകാലത്ത് നബി സിദ്ഖ് വൽ അമാനത്ത് കൊണ്ട് മുത്തസിഫായിരുന്നു. ചീത്തജാജ കാര്യങ്ങളെ തൊട്ട് തടിയെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. ഖിയാനത്തിനെ തൊട്ട് അങ്ങേയറ്റം അകന്നവരായിരുന്നു. എല്ലാ ചീത്തയായ കാര്യങ്ങളെ തൊട്ടും അച്ചടകളെ തൊട്ടും മാറുന്നവരായിരുന്നു. وكان صلى الله عليه وسلم يبتعد عن الأصنام والأوثان. അസ്നാം തങ്ങൾക്ക് കണ്ടൂടാ, ഔസാനിനെയും കണ്ടൂടാ, അതിനെ തൊട്ട് വളരെ അകലും. വാൻ തഅലീമിഹ അതിനെ തഅലീമാക്കലിനെ തൊട്ടും അകലും. ഔസാനിപ്പെട്ട തന്നെയാണ് ഇത് കന്നിയും. വാനിൽ ഹൽഫി ബിഹ അതിനെ തൊട്ട് സത്യം ചെയ്യലിനെ തൊട്ടും ഓരോ ദൈവമാക്കിയിട്ട് വെക്കുന്ന മുജാനിബൻ ലിമാ അലൈഹിൽ മുശ്രികൂൻ. മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന കാര്യം എന്തുണ്ടോ അവരെല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നവരായിരുന്നു. റവൽ ഇമാമു അഹ്മദൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഖാല ഹദ്ദസനി ജാറുൽ ഖദീജത ബിൻതി ഖുവൈലിദ് റളിയല്ലാഹു അൻഹും. ഖുവൈലിദിന്റെ മകൾ ഖദീജ ബീബിയുടെ അയൽവാസിയായിരുന്നു ഞാൻ. ഖാല സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ട് യഖൂലു ലി ഖദീജ ബീബിയോട് പറയുന്നു, ഞാൻ അടുത്ത വീട്ടിലല്ലേ, ഖദീജ ബീബിയോട് പറയുന്നു, ഐ ഖദീജ വല്ലാഹി ലാ അഅബുദു ല്ലാത അബദാ വല്ലാഹി ലാ അഅബുദുൽ ഉസ്സാ അബദാ. ഖദീജ ഞാൻ ലാത്തനെ ആരാധിക്കുന്നില്ല, ഒരിക്കലും ആരാധിക്കൂല. ഉസ്സനെ ഉണ്ടാക്കൂല, ഒരിക്കലും ആരാധിക്കൂല. ലാത്ത വാറായി അങ്ങനെ കുറേ ഉണ്ടല്ലോ. وروى البزار وغيره أنه صلى الله عليه وسلم قال لست من دد ولا الدد مني. إذا مرضني بيتي أودم بوديتني حديث
വലാദാദ അൽഹാഹു വലാഹു വദൂദദീ എന്ന് പറഞ്ഞിട്ട് തഹ്മീസിൽ ദദ് എന്ന് പറഞ്ഞാൽ അനാവശ്യം, അതായത് പൊള്ളു, ബാത്തിൽ ദദ്. അപ്പം ഞാൻ ബാത്തിൽപ്പെട്ട ആളുമല്ല, ബാത്തിൽ എന്നിൽ നിന്ന് വരുന്നതുമല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വലാഹു വദൂദദീ എന്ന് പറഞ്ഞാൽ കൊഴദീ തന്നെ മുമ്പുണ്ടാകുന്നത്, ഇവിടെ ഇല്ല. അപ്പം അത് ഒരു ഖരീബായ ലഫ്ളാണ്. അതിന് വഫീ റിവായത്തിൽ വലസ്തു മിനൽ ബാത്തിൽ വൽ ബാത്തിലു മിന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായി. ലഫ്ദിൻ്റെ മാന കിട്ടി. وعن زيد بن حارثة رضي الله عنه قال طفت مع رسول الله صلى الله عليه وسلم തങ്ങളോട് ഒപ്പം തവാഫ് ചെയ്തു. ദാത്ത യൗമിൻ, തങ്ങളെ പോറ്റുമാനം ചെയ്ത് അവിടെ ചരിത്രത്തിലെ പറഞ്ഞു തട്ടിക്കൊണ്ട് പോയാൽ എന്നിട്ടോ ഫമാസിസ്റ്റു ബഅദൽ അസ്ലാം, അങ്ങ് ചുറ്റുമ്പോൾ ബഅദുൽ അസ്ലാം ഞാൻ തൊട്ടുപോയി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തമസ്സ, തൊടലാന്നു. وعن علي بن أبي طالب كرم الله وجهه ورضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما هممت بقبيح, ഒരു കബീഹ് കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിനാൽ മിമ്മാക്കാന അഹ്ലുൽ ജാഹിലിയ്യത്തി, ജാഹിലിയ്യക്കാർ ആയതുലി യഅമലൂന ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യുന്ന ഒരു കാര്യം. ഗൈറ മർറത്തൈൻ, 2 വട്ടമല്ല, അഥവാ 2 വട്ടം എന്താ ഉണ്ടായത്, അതാ അതിന് ബലം കിട്ടുന്നു. അതെ, ഹിൽതാഹുമാ, ആ 2 കാര്യവും അസമലില്ലാഹു തആല മിൻഹുമാ, അത് 2-നെ അല്ലാഹു തആല എനിക്ക് ഇസ്മത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഖുൽതു ലിഫതൻ കാന മഈ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട് എൻ്റെ കൂടെ. ബിഅല മക്കത ഫീ ഗനമിൻ യർആഹ, ആട്ടിനെ മേയ്ക്കുന്ന കൂട്ടത്തിൽ. എന്താ പറഞ്ഞത്? അബ്സറലി ഗനമി, എൻ്റെ ഗനമിനെ നീ ഒന്ന് ശ്രദ്ധിക്കണം. ഹത്താ അസ്മുറ ഹാദിഹിൽ ലൈലത ബിമക്ക, മക്കയിൽ നമുക്ക് രാത്രി ഇങ്ങനെ സംസാരിച്ചിട്ട് കഴിഞ്ഞുകൂടാണ്. അത് ബാത്തിലായ പൊള്ളും കൈബത്തും ആയിരിക്കുന്നില്ല. ഒരു സമ്രം എന്ന് പറഞ്ഞാൽ ഉറക്കം വരാതിരിക്കാൻ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറോടെന്തല്ലോ വിഷയം പറയൂലേ ഇപ്പ. ഹത്താ ഇസ്മുറൽ ഫിത്തിയാൻ കമാ ഇസ്മുറൽ ഫിത്തിയാൻ, ചെറുപ്പക്കാരനെ സംസാരിക്കുന്ന പോലെ കാലം ഞാൻ അങ്ങനെ ആക്കാം. ഫഖറജതു, അങ്ങനെ ഞാൻ പുറപ്പെട്ട്. ഫലമ്മ ചെയ്തു അതിനാദാരമ്യൻ ദൂരി മക്ക, മക്കൻ്റെ പുരകളിലേക്ക് ഒരു ചെറിയൊരു പുരയുണ്ട്. അവിടെ നോക്കുമ്പോൾ സമയത്ത് ഹസ്ഫൻ ബിൽ ഖറാബീലി വൽ മസാമീർ, നല്ല പാട്ട് പാടലും കൊട്ടലും ചട്ടലും. ഇതിപ്പോൾ സുന്നത്താന്നാ പറയുന്നത്, ഇപ്പോൾ തൈഫത്ത് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ബാത്തിലായ തരീഖത്തുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പോൾ ഒരു സംഘം, ജമിയത്തിൽ തറാഹിൽ മുത്തലാനി, കൊട്ടലും പാടലും കണ്ട് ഇപ്പം നടക്കുന്നില്ലേ. കൊൽത്തു, ഞാൻ ചോദിച്ചു മാഹദ, എന്തെവിടെ പരിപാടി? കാലു ഫുലാന് ഇതസബുര് ഫുലാനത്ത, ഇന്ന ആളിൻ്റെ പെണ്ണിന് കിട്ടുന്ന മംഗലാന്ന് പറഞ്ഞു. അപ്പോൾ ജലസ്ഥാനത്തോട് കുറച്ച് കാണാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോൾ എന്താ, ഇന്നൊരു വളറബല്ലാഹു അല ഉദിനയ്യാന്ന് പറഞ്ഞാൽ എന്നെ ഉറക്കിക്കളഞ്ഞ് നിന്നെ കാണാൻ കൂടിയില്ല. സംസാരിക്കലും പോയി, കാണാനും പോയി, ഒറ്റ ഉറക്കും. നറബല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? അല്ല അടിച്ചെന്നല്ല. റബ്ബിന അലാ അദാനിഹിം ഫിൽ കഹ്ഫി സിനീന അതദാൻ്റെ അവിടെ ഒരു മനുഷ്യനോട് അർത്ഥം പറഞ്ഞത് ചെവിക്ക് അടി കൊടുത്തെന്ന് അല്ല പറയുന്നു. മഹല്ലി പറയുന്നത് എന്താണ്? ഉറങ്ങിപ്പോയി എന്നാണ്. മഹല്ലി കിടന്ന് അർത്ഥം കിട്ടിയെന്ന്. എൻ്റെ കൂടെ പഠിച്ചാൽ ഞാൻ കഴിയും മനുഷ്യൻ അങ്ങ് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, അല്ല ഖുർആനിൽ ഇപ്പോൾ അൽ-കഹ്ഫിൽ ഓതിയട്ടെ, فضربنا على آذانهم في الكهف سنين عددا, അല്ല ചെവിക്കടി കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം മഹല്ലിമാം ഷറഹീദപ്പം എന്താ പറഞ്ഞ്, അനംനാഹും, നമ്മളെ ഉറക്കിയും ഉറക്കിടുന്ന കിട്ടിയിരുന്നു. അത് അല്ല വന്നിട്ട് ചെകിട്ടത്തെ അടിച്ചു എന്നാന്നോലും പറയേണ്ടത് എന്നാന്ന് പറഞ്ഞു. ആ അല്ല, അതൊരു പ്രയോഗമെന്ന്. ഫനിന്തു, ഞാൻ ഉറങ്ങിപ്പോയി. ഫവല്ലാഹി മായി കളനിയില്ല മസ്സു, സൂര്യ ഉദിച്ചതിന് ശേഷമില്ലാണ് ഞാൻ എണീറ്റിട്ടില്ല. സുബഹാനല്ലാഹ്,
ഇല്ല മുത്തക്കബിർ ജബ്ബാർ പിടിക്കും. ഓ അന്ന് തോബി കലായില്ലല്ലേ, എനിക്ക് അതായാൽ തന്നെ എന്താന്ന് ഉറങ്ങിയിട്ട് കലായാല് ഭക്തിന്റെ മുമ്പ് ഉറങ്ങിയിട്ട് കലായി ചോദിച്ചാല് വൈദ്യശേഖരൻ അങ്ങനത്തെ താജ് കിച്ചിട്ടേ ഇല്ലെന്ന്. എന്താണ് താജുദിനെ ഉറങ്ങിയടിച്ചിട്ട് നിസ്കാരം വന്നു, ഉറങ്ങിയിട്ടില്ല, അപ്പൊ താജൊന്നും കിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാൾക്ക് 100 റുപ്യ ഉണ്ടായിട്ട് എത്ര കാത്ത് കൊടുക്കണോ? മറ്റേ 2.5, ബാക്കി 96 എനിക്ക് ആ 100 ദേഷ്യം കൊടുത്തു കഴിഞ്ഞു. കാത്ത് കൊടുത്തിന എന്താ പറ അല്ല, അത് തീരുമാനിക്കാൻ നമ്മളില്ല. അപ്പൊ മഹല്ലി 12 അധികം കൊടുത്താൽ അധികം സക്കാത്തിൽ പെടുവോ എല്ലാം ബാക്കി സദക്കയാണോ എന്നുള്ളതല്ല. നമ്മൾ സക്കാത്തിൻ്റെ ഒതുക്കിയിട്ടില്ല മഹല്ലി. അതാ സക്കാത്ത് ഞാൻ പിന്നെ പറഞ്ഞേ കേട്ടെ. അപ്പം മംഗല പരിപാടിയും കേട്ടില്ല, നോക്കൂല. അപ്പൊ റജത്തുവിന സാഹിബ്, എൻ്റെ സാഹിബിനാണ് നാട്ടിനെ നോക്കണേന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ. പക്കാലം മാ ഫാലത്ത, എന്താ നിങ്ങൾ ചെയ്ത മതിലല്ലോ. ഇപ്പൊ കൊടുത്തു മാ ഫാലത്തു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സംഭവം ഇങ്ങനെ ഉണ്ടായത്. സുമ്മ അഖ്ബർതുഹു ബില്ലദീ റഅയ്തു, കണ്ട വിഷയം പറഞ്ഞു കൊടുത്തു. പിന്നെ ആ തെറ്റുകാരനല്ല. അപ്പൊ ഇത് ഒരു സംഭവം. ثم قلت له ليلة أخرى, ഒരു രാത്രി മറ്റൊരിക്കൽ പറഞ്ഞു അബ്സിർ ലി ഗനമി ഹത്താ അസ്മുറ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ. ഫഫഅല ഫലമ്മാ ജിഅ്തു മക്ക, മക്കയിലേക്ക് വന്നപ്പോൾ അളയെ നോക്കി നാക്കിയിട്ട് മക്കയിലേക്ക് വന്നില്ല. സമിഅ്തു മിസ്ലല്ലദീ സമിഅ്തു തിൽക്കൽ ലൈല, ഒന്നാമത്തെ രാത്രിയിൽ കേട്ട അതുപോലെ തന്നെ കേൾക്കുന്നു. ഫസഅൽതു ഫഖീല തസവ്വജ ഫുലാനു ഫുലാനത, ഒരു ബലക്കാരൻ ഫുലാനത്തിന് മംഗലം. ഫജലസ്തു അൻദുറു, അവിടെ എന്തായാലും ഒച്ചപ്പാടേക്ക് നോക്കുമല്ലോ. വളറബല്ലാഹു അലാ ഉദുനയ്യ ഐ ഫലിംതു ഫമാ ഐഖലനി ഇല്ലാ മസ്സു ശംസ, അല്ലാതെ ഉണർത്തിയിട്ടില്ല. ഫറജഅതു ഇലാ സാഹിബി ഫഖാല മാ ഫഅൽത ഫഖുൽതു ലാ ശൈ സുമ്മ അഖബർതുൽ ഖബർ ഫവല്ലാഹി, ബന്ദായി 2 പരിപാടിയും കഴിച്ചു. ഫവല്ലാഹി മാ ഹമംതു വലാ ഉത്തു ബഅദഹുമാ ലിശൈഇൻ മിൻ ദാലിക്, അള്ളാഹുനെ തന്നെ സത്യം, അങ്ങനത്തെ ഒരു പരിപാടി എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുമില്ല, ഊഹിച്ചിട്ടുമില്ല, അദ്ദേഹം മടങ്ങിയിട്ടുമില്ല. അതോടുകൂടി അവൻ സമാപിച്ചു. കുട്ടിയാ കാലത്തിൽ അനുഭവം പറഞ്ഞു. ഹത്താ അക്രമനില്ലാഹു ബിനുബുവത്തിഹി സല്ലല്ലാഹു അലൈഹി വഫി റിവായത്തിൻ ബിരിസാലത്തിഹി. അതെ, എപ്പം കേട്ടൊരു സംഭവമാണ്. അതും കൂടി ഒരു ബുഡലും വാഹിദാക്കിയേക്കാം. നമ്മൾ തിയറി തന്നെ നോമടിയാണെന്നില്ല. സുഫിയാൻ്റെ ലേശം ചൂടുള്ള ആ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് വെക്കുള്ളൂ. ഇനി ഷാമിലേക്കുള്ള പോക്കാണ്. ഞാൻ പലവട്ടം കേട്ടതാണ്. ഇത്തിരി എഴുതുമ്പോഴും കേട്ടിട്ടുണ്ട്, സീറയിലും കേട്ടിട്ടുണ്ട്. ലമ്മാ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12 സന, തങ്ങൾക്കന്ന് 12 വയസ്സ് പ്രായമാണ്. ഖറജ മഅ അമ്മിഹി അബീ താലിബിനോടൊപ്പം ഷാമിലേക്ക് പുറപ്പെട്ടു. ഹത്താ ബലഗ ബുസ്റ, ബുസ്റയിലേക്ക് എത്തിച്ചേർന്നു. ഇതാ ബുസ്റ മദീനത്തും ഫി ഹവറാൻ, ഹവറാൻ ആ പരിസരത്തുള്ള ഒരു പട്ടണമാണല്ലോ. ഫറആഹു ബഹീറ റാഹിബ്, റാഹിബ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിൽ ആരാധ്യ പുരുഷനായിട്ടുള്ള ഒരു പണ്ഡിതൻ. ബഹീറ കണ്ട്. വകാന ആലിമൻ ബിൻ നസ്റാനിയ, നസ്റാനിയായ മതം കൊണ്ട് അറിയുന്ന ഒരാളായിരുന്നു, ആലിമായിരുന്നു അലി ബഹീറ. ഫഅറഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അറിഞ്ഞു. ബിസിഫാത്തിഹി, തങ്ങൾ സിഫാത്ത് മുഖേന അറിഞ്ഞു. ഏതാ സിഫാത്ത്? അല്ലദീ ബാഫഖത്ത് മാ ഖബർത ബിഹിൽ കുതുബു സമാവിയ്യത്തു സാബിഖ, മുമ്പ് കഴിഞ്ഞു പോയ ഇലാഹിയായ കിതാബിൽ പറയപ്പെട്ട ഔസാഫ് ഇവിടെ ഒത്തു കണ്ടു. ഫഖാല, ബഹീറ പറയുന്നു, ഹാദാ സയ്യിദുൽ മുർസലീൻ ഹാദാ സയ്യിദുൽ ആലമീൻ എന്നാ പറഞ്ഞത്. വഖദ് ദക്കർനൽ ഹദീസൽ വാരിദ ഫീ ഹാദിഹി സഫറ,
ഈ സഫറിലുള്ള ഹദീസ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഫീ ബഹ്സി ഖാതമിൻ നുബുവ്വ, ഖാതമുൻ നുബുവ്വത്തിന്റെ ചർച്ച പറഞ്ഞപ്പോൾ അൽ മുതഖദ്ദിമി ആ മുമ്പ് പറഞ്ഞ ഹദീസിന് മീൻ റിവായത്ത് തിർമിദി, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ. എന്നിട്ട് സൽക്കാരാക്കിയതും തങ്ങൾ ചോദിച്ചല്ലോ. وعند ابن إسحاق أن بحيرا قال للنبي صلى الله عليه وسلم തങ്ങളോട് പറഞ്ഞു, യാ ഗുലാം കുട്ടിയെ, അസ്അലുക ബിഹഖിൽ ലാത്തി വൽ ഉസ്സ ഇല്ലാ മാ ഖബർതനി, ലാത്ത ഉസ്സനെ കൊണ്ട് സത്യം ചെയ്ത് ചോദിക്കുന്നു, നീ പറഞ്ഞിട്ടാണ്ട് വിടൂലാന്ന് പറഞ്ഞു. കാരണം ഇയാൾക്ക് ലാത്ത ഉസ്സ ഇലാഹായിട്ടല്ല, മക്കത്തുള്ള ഇലാഹാണല്ലോ അന്നലക്ക്. ഇല്ലാഹമത്തിന് അമ്മ അസ്അലുക, ഞാൻ ചില കാര്യങ്ങളോട് ചോദിക്കുന്നുണ്ട്. فقال النبي صلى الله عليه وسلم لا تسألني بهما شيئا, ലാത്തനെ ഉസ്സനെയും പറഞ്ഞിട്ട് ഒന്നുകൂടെ ചോദിക്കണ്ട. വയസ്സ് 12. فوالله ما بغلت شيئا قط ببغضهما, അത് രണ്ടിനോടുള്ള വെറുപ്പിന്റെ മാതിരി വേറെ ഒരു സാധനത്തിനോടും എനിക്ക് വെറുപ്പില്ല. فقال له ബഹീറ പറഞ്ഞു തിരുത്തി, فبالله إلا ما خبرتني أما أسألك عنه, ഞാൻ ചില കാര്യം ചോദിക്കുന്നു, അതിനെപ്പറ്റി പറഞ്ഞിട്ടല്ലാണ്ട് വിടൂലാന്ന്. فقال له صلى الله عليه وسلم ബില്ലാഹി അല്ല പറഞ്ഞത്, സല്ലി അമ്മാ ബദാലക്, നിനക്ക് എന്താ പെട്ടെന്ന് ചോദിച്ചു. فجعل يسأله النشياء, അങ്ങനെ പല കാര്യം ചോദിച്ചു. മിൻ ഹാലിഹി വ നൗമിഹി വ ഹൈഅത്തിഹി വ ഉമൂരിഹി, എല്ലാം തങ്ങൾ മുഴുവൻ കാര്യങ്ങൾ ചോദിക്കുകയാണ്. വയുഖ്ബിറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നു. ഫയുവാഫിഖു ദാലിക മാ ഇൻദ ബഹീറ മിൻ സിഫതിഹി, ബഹീറ അത് പഠിച്ചു വെച്ച സിഫത്തിനോട് മുഴുവനും അത് ഒക്കുന്നുണ്ട്. എടാ അതാ ഖാല ഫിശ്ശിഫാ, ശിഫായിൽ പറഞ്ഞു, ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് പറഞ്ഞു, വഇന്നമാ സഅലഹു ബിഹഖിൽ ലാത്തി വൽ ഉസ്സ, ലാത്തൻ ഉസ്സനെ കൊണ്ട് ചോദിച്ചെന്താന്ന്? ഇഖ്തിബാർ, തങ്ങളെ പരീക്ഷിക്കാനാണ്. എന്താ പരീക്ഷണ? ലാത്തൻ്റെ ഉസ്സൻ്റെ പേര് കേട്ടാൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടൂല എന്ന് നേരത്തെ ഉണ്ട്. അലി തതബയ്യന ലഹു സിഫാതുഹുൽ മദ്കൂറത്തു ഫിൽ കുതുബിസ് സമാവിയ്യത്തി സാബിഖ, എടാ മുൻകഴിഞ്ഞ ഇലാഹിയായ കിതാബുകളിൽ പറയപ്പെട്ട എന്താണ്? വമിൻ ജുംലത്തിഹാ ബുഗ്ളുഹു ലിൽ ഔസാനി വൽ അസ്നാം, ഔസാനിനെയും അസ്നാമിനെയും തങ്ങൾക്ക് ഭയങ്കര വെറുപ്പായിരുന്നു എന്നുണ്ട്, മുൻകഴിഞ്ഞ കിതാബിലുണ്ട്. അത് ഇവിടെ ഒക്കുന്നുണ്ടോ നോക്കാനാണ്. അത് ഒരു മറ. ثم إنه صلى الله عليه وسلم خرج أيضا إلى الشام, ഷാമിലേക്ക് പുറപ്പെട്ടത് മർറത്തൻ സാനിയ, രണ്ടാമത് തവണ. അപ്പോൾ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് എപ്പോൾ മൈസരത്തിനെയും കൂട്ടിയിട്ട് ഫീ തിജാറത്തിൻ്റെ സൈദത്തി ഖദീജ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കച്ചവടത്തിലായിട്ട് പോയത്. വലഹു 25 സന, അന്ന് തങ്ങൾക്ക് എത്ര വയസ്സ്? 25 വയസ്സാണ്. അപ്പോൾ 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നു. അതും 35. وذلك كما قال الباقدي وابن السكن وغيرهما أن السيدة خديجة رضي الله عنها كانت تاجرة, وكما كانت تاجرة نظام يدتويكم, كانت تاجرة ذات شرف ومال كثير, വലിയ ഷറഫുള്ള പെണ്ണുങ്ങളായിരുന്നു അത് ഖദീജ ബീബി. ധാരാളം മുതലുമുണ്ട്. വ തിജാറത്തിൻ, കച്ചവടമുണ്ട്. തബഅസു ബിഹാ ഇല ഷാമിലേക്ക് അളയാക്കും. ഫയകൂനു ഈറുഹാ, അതാ അപ്പം ഖദീജ ബീബിൻ്റെ കച്ചവട സംഘം ഫിൽ കമ്മിയത്തി വൽ അദദി കആമത്തി ഖുറൈശ്, ഖുറൈശികളെ കൂട്ടത്തിലുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സംഘം ഖദീജ ബീബിൻ്റെ ഉണ്ട്. വകാനത്ത് തസ്തഅജിറു റിജാല, അതാണ് നല്ല പുരുഷന്മാരെന്താക്കും? കൂലിക്ക് പിടിക്കും. വ തദ്ഫഉ ഇലൈഹി മുളാറബതൻ, ഇത്ര ലാഭം കിട്ടിയാൽ ഇത്ര വിഹിതം നീക്ക് തരാമെന്ന് പറഞ്ഞിട്ട് മുളാറബത്ത്. വകാനത്ത് ഖുറൈശുൻ, ഖുറൈശികളായിരുന്നു ഖൗമുൻ തുജാറൻ, കച്ചവടക്കാരാണ്. വമല്ലം യകുൻ താജിറൻ ഫലൈസ ഇൻദഹു ശൈഉൻ, കച്ചവടം ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ജീവിക്കുന്നു. ഫഖാല അബൂ ത്വാലിബ് അവറുകൾ പറഞ്ഞു, ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യബ്ന അഖീ, മോനെ അനുജൻ്റെ മോനല്ലേ,
ഹാദിഹി ഈറു ഖൗമിക, നിന്റെ കൗമിൻ്റെ കച്ചവട സംഘം ഖദ് ഹലറ ഖുറൂജുഹാ ഇല ശാമി, ഷാമിലേക്ക് പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. വഖദീജതു തബ്അസു റിജാലൻ മിൻ ഖൗമിക്, ഖദീജ ബീവി കുറച്ച് ആളെ അയക്കുന്നുണ്ട്. യത്തജിറൂന ഫീ മാലിഹ, സമ്പത്ത് കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാൻ. വയുസീബൂന മനാഫിഅ, അങ്ങനെ കുറച്ച് ലാഭമെല്ലാം കിട്ടും. അതുകൊണ്ട് ഫലൗ ജിഇതഹ ലഫളലതുക അലാ ഗൈരിക, നീയെങ്ങാനും പോയ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഒന്നാം സ്ഥാനം. കാരണം ഖദീജ ബീവിക്ക് അറിയാലോ, നേരത്തെ അറിയുന്നല്ലേ, ഉമ്മാനെ പോലും അറിയാലോ. അപ്പം ഖദീജ ബീവിക്ക് നിങ്ങളെപ്പം നല്ല പരിചയമുണ്ട്, അതുകൊണ്ട് അതൊന്നും സംശയിക്കൂല, നിങ്ങൾക്ക് തന്നെ എടുക്കും. ലിമാ ബലഗഹ അൻക മിൻ തഹാറതിക, നീ വലിയ പരിശുദ്ധനാണ് എന്ന് ഖദീജ ബീവിക്കറിയാം. വൈൻ കുന്തു അക്റഹു അൻ തഅതിയ ശാമ, പക്ഷേ ഷാമിലേക്ക് അയക്കുന്നത് എനിക്കിഷ്ടമില്ലേ. അതുകൊണ്ട് പണ്ട് ബഹീറ വന്നതിനപ്പുറം പോയാൽ ജൂതന്മാർ കൊല്ലും. എന്നിട്ടാണല്ലോ തങ്ങൾ മടക്കിയ ശേഷം ജൂതന്മാർ വന്നതും ബഹീറ പറമ്പെല്ലാം പറഞ്ഞിട്ട് മടക്കിയ അയച്ചതെല്ലാം അതൊക്കെ ചുരുക്കി. വഖാഫു അലൈക മിൻ യഹൂദിഹ, ഷാമിലുള്ള യഹൂദികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. പക്ഷെ വലാകില്ല നജിദു മിൻ ദാലിക ബുദ്ധ, പോക്കല്ലാതെ വേറെ മാർഗം കാണുന്നില്ലല്ലോ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലഹ തുർസിലു ഇലയ്യ ഫീ ദാലിക, ആ വിഷയത്തിൽ ഖദീജ ബീബി ഇങ്ങോട്ടേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങോട്ട് ചോദിക്കില്ല. വഹാദാ മൽഹറു മിൻ മലാഹിരി ഇസ്സത്തി നഫ്സിഹി, തങ്ങളുടെ ആ അഭിമാനത്തുണ്ടല്ലോ, അഭിമാനത്തിൻ്റെ മലഹരിൽപ്പെട്ട ഒന്നാണ്. അങ്ങോട്ട് പുതിയ അധികം നിൽക്കേണ്ട, അല്ല കണക്കാക്കി ഇങ്ങോട്ട് വിടുന്നത്. വഉലുബി ഹിമ്മത്തിഹി വകറാമത്തിഹിൽ ആബിയ, ആബിയ എന്ന് എന്താണ്? അബിയത്തെന്നും പറയും. അബായ അബാ, ഇതില്ലേ ഖുർആനില്ലേ, അബാ വിസമ്മതിച്ചു. അബായിൻ്റെ സമവായിലെടുത്താൽ എന്താ? ആബി. അപ്പം കുറ്റമായ കാര്യങ്ങളിലേക്കൊന്നും അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാതുള്ള ആ അന്തസ്സും അഭിമാനത്തിൻ്റെ രംഗം. വക്കാല അബൂ താലിബ് പിന്നെയും പറയുന്നു, ആ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും, ഞാൻ പോയിട്ടില്ലെങ്കിൽ ആവില്ല. ഓർക്ക് ലാഹിറല്ലേ. അന്ത വലിയ ഖൈറക്ക, നീ അല്ലാത്ത ആളാ തുവല്യ, ഖദീജ ബീവി കൊടുത്തത്. ഫബലഗ ഖദീജ, ഇത് ഖദീജ ബീവിക്ക് കിട്ടി. മാകാന മിൻ മുഹാവറത്തി അമ്മിഹി ലഹു, തങ്ങളും പിന്നെ മൂത്താപ്പയല്ലേ, മൂത്താപ്പയുമായി സംസാരിച്ച് ഖദീജ ബീവിക്ക് വിവരം കിട്ടി. വകാന ബലഗഹ ഖബല ദാലിക, അതിന് മുമ്പ് തന്നെ ഖദീജ ബീവിക്ക് അറിയാം. പക്ഷേ എങ്ങനെ അയക്കും, എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വിളിക്കാൻ അയക്കാനില്ല. സിദ്ഖ് ഹദീസിഹി, തങ്ങളുടെ വാർത്തൻ്റെ സത്യാവസ്ഥയും ഇളമ അമാനത്തും എല്ലാം കറമ അഖ്ലാഖെല്ലാം ഖദീജ ബീവിക്ക് നേരത്തെ തന്നെ അറിയാം. ഫഖാലത്ത്, ബീവി പറഞ്ഞെന്താണ്? മാലി തന്നു യുരീദു ഹാദ, അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അദ്ദേഹം ഏതായാലും വാറസലത്ത് ഇലൈഹി, അരേ ഖദീജ ബീവി അയച്ചു. വഖാലത്ത് ദഅാനി ഇലൽ ബിഅസതി ഇലൈക, തങ്ങളിലേക്ക് ആളെ പറഞ്ഞേക്കാൻ എന്നെ ക്ഷണിച്ചെന്താണെന്നറിയോ? മാ ബലഗനി മിൻ സിദ്ഖി ഹദീസിക, നിങ്ങൾ സത്യം പറയുന്നവരാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. വഇളമി അമാനത്തിക, നിങ്ങൾ അമാനത്ത് വലിയ വണ്ണമേറിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വകറമി അഖ്ലാഖിക, തങ്ങളുടെ അഖ്ലാഖ് വലിയ ബഹുമാനപ്പെട്ടതാണെന്ന് അറിയാം. വാനഅതീക ലിഅഫമാഅതി റിജാലൻ മിൻ ഖൗമിക, അതുകൊണ്ട് ഞാൻ എന്താക്കുന്നറിയോ? മറ്റുള്ള ആൾ കൊടുക്കുന്നതിൽ ഇരട്ടി നിങ്ങൾക്ക് തരാം. എല്ലാവർക്കും 5% കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% തരും. അത് അമ്മിനോട് പോയിട്ട് പറഞ്ഞു. മോനെ, അത് ഏറ്റെടുത്തോ, അല്ല തന്ന റിസ്ക്കാണ് കിട്ടും. മൈസറത്തുണ്ടായിരുന്നു. മൈസറത്ത് പെണ്ണിന്റെ പേരല്ലേ, താകണ്ടപ്പോ എല്ലാം പെണ്ണുന്ന. അതും മുത്തക്കബിലിന്റെ ജബ്ബാർ പിടിക്കും. മുഹന്നത്തല്ലേ, താങ് മുഹന്നത്തല്ലേ. ഇപ്പൊ തൽഹത്തോ, പിന്നെ തായില്ലാത്തത് മുഹന്നത്താവില്ല. ഹിന്ദോ സൈനബൊക്കെ ഉണ്ട്, അത് ഹിന്ദിനുണ്ട്. ഓൻ്റെ കാര്യമൊന്നും പറയണ്ട. ഖദീജ ബീവിയുടെ ഒരു അടിമ ആയാണ് മൈസറത്ത്. വസാറ ഹത്ത ബലഗ ബുസ്റ, ഈ രണ്ടാം തവണയിലും ബുസ്റയിലേക്ക് എത്തി.
فنزل تحت ظل شجرة في سوق بصرى ബുസ്റയിലുള്ള പട്ടണത്തിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ തങ്ങൾ ഇരുന്ന് ഖരീബമിൻ സൗമാത്തി നസ്തൂർ റാഹിബ്, അവിടെ ഉള്ളതാരാണ് നസ്തൂർ റാഹിബിന്റെ ആരാധനാ കേന്ദ്രത്തിന്റെ അടുത്ത്. മൈസറ എന്താക്കുന്നത് റാഹിബിലേക്ക് എത്തി നോക്കിയിട്ട് വക്കാൻ നേരത്തെ മുപ്പറ ബന്ധിച്ചിട്ട് പോകുന്ന വിളിക്കുന്ന ആളല്ലേ. നമ്മൾ ഓരോ ഹോട്ടലിലും കയറിയാൽ വലിയ ബന്ധിച്ചുണ്ടാവില്ല യാത്ര പോകുമ്പോൾ. അപ്പൊ ഫഖാല നസ്തൂറ ചോദിച്ചു, യാ മൈസറ മൻ ഹാദല്ലദീ തഹത ഹാദിഹി ശജറ, ആ മരത്തിന്റെ കീഴിലിരിക്കുന്ന മൂപ്പർ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല പറഞ്ഞു, റജുലുൻ മിൻ ഖുറൈശിൻ മിൻ അഹ്ലിൽ ഹറം, ആമായ വാക്ക് പറഞ്ഞു, ഹറമിന്റെ ഹരിയാൽപ്പെട്ട ഖുറൈശിയിലെ ഒരാളാണ്. ഫഖാല റഹു റാഹിബ് പറയുന്ന, മാ നസല തഹത ഹാദിഹി ശജറതി ഇല്ലാ നബിയ്യുൻ, ആ മരത്തിന്റെ കീഴിൽ ഇന്നത്തെ ദിവസം ഒരു നബിയിൽ അടിക്കൂല. അന്നേരം കാരണം നമ്മൾ തെളിവിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ആരും ഇരുന്നിട്ടില്ല എന്ന അർത്ഥത്തിനല്ല. കാരണം ഇവർ തൗറാത്ത് ഇഞ്ചിയിൽ നോക്കി പഠിച്ച് കാത്തു നിൽക്കുന്നു. വഫീ റിവായത്തിൻ ബഅദ ഈസാന്ന് കൂടിയുണ്ട്. അതുകൊണ്ട് ആ മരത്തിൻ്റെ കീഴിലിരിക്കുന്ന നബി അല്ലാതെ വേറാരും എല്ലാം. സുമ്മക്കാലം ഈ മൈസറത്തിനോട് ചോദിക്കുന്നു, അഫീ ഐനൈഹി ഹംറത്തുൻ, കണ്ണിലൊരു ചുവപ്പുണ്ടോ? ഫഖാല, മൈസറത്ത് പറഞ്ഞു, നഅം, ഒരു ചുവപ്പ് കളറുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പം പിന്നെയും പറഞ്ഞു, ഹുവ ഹുവ, ആ പറയപ്പെട്ട നബി ഓർ തന്നെയാണ്. ബഹു ആഖിറുൽ അംബിയാ. എന്നിട്ട് പറയുന്നത്, വയാ ലൈത അന്നി ഉദ്രികു ഹീന യുഅ്മറു ബിൽ ഖുറൂജ്, ഇപ്പോഴെന്താക്കി നബൂവത്ത് നൽകിയിട്ട് പ്രഖ്യാപിച്ചില്ല, ഇനി 15 കൊല്ലം കാത്തിക്കണ്ടേ. അവിടം വരെ എനിക്കെന്താണ് ആയുസ് ഉണ്ടെങ്കിൽ തിരക്കിടില്ലായിരുന്നു, പണ്ട് വറക്കത്ത് പറഞ്ഞ പോലെ. പക്ഷെ വറക്കത്ത് പറഞ്ഞപ്പം വഹയി വന്നിട്ടുണ്ട്, പക്ഷെ ദൈവത്തിന് ഇറങ്ങിയിട്ടില്ല. ഇനി ഇവിടുന്ന് 15 കൊല്ലം പിന്നെയും ചെയ്യും. അപ്പൊ ബാലിക മൈസറ, മൈസറ ഇത് മുഴുവനും പഠിച്ചവിടെ വെച്ച്. സുമ്മ ഹദറ സൂഖ ബുസ്റ, അങ്ങനെ ബുസ്റ പട്ടണത്തിലെത്തിയിട്ട് കൊണ്ടുവന്ന ചരക്ക് മുഴുവനും വിറ്റ് വഷ്തറ, മക്കയിലേക്ക് ആവശ്യമായത് വാങ്ങുകയും ചെയ്തു. വകാന ബൈനഹു വബൈന റജുലിൻ, തങ്ങളുടെ ഇടയിലും ഒരു റജുലിൻ്റെ ഇടയിലും ഇഖ്തിലാഫും ഫീ സിൽഅത്തിഹി, ചരക്കിൻ്റെ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഫഖാല റജുലു പറഞ്ഞു, അഹരിഫ ബില്ലാത്തി വല്ലുസ, ഞാൻ ലാത്ത ഉസ്സനെ സത്യം ചെയ്യാന്ന്, അയാളെ വാദം ശരിയാന്ന് വെക്കാൻ വേണ്ടിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹലഫ്തു ബിഹിമാ ഖത്തു, ഞാൻ അതുകൊണ്ട് തീരെ സത്യം ചെയ്യൂല. ഫഖാല റജുലു, എന്താ പറഞ്ഞു, ലാൽ ഖൗല ഖൗലുക, എന്നാൽ നിങ്ങൾ പറഞ്ഞതന്നെ ശരി, തങ്ങളോട് നീ ഖൗല ഖൗല, നീ സത്യം ചെയ്യാനൊന്നും വേണ്ട. സുമ്മക്കാലല്ലേ മൈസറിനോട് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഖലാബിഹി, വിഴിഞ്ഞെന്നിട്ട് പറയുന്നത്, ഹാദാ നബിയുൻ, ആ നിങ്ങളുടെ കൂടെയുള്ള ആൾ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ, ഇന്നഹു ലഹു അല്ലദീ തജിദുഹു അഹ്ബാറുനാ മൻഊതൻ ഫീ കുതുബിഹിം, നമ്മുടെ അഹ്ബാരികൾ അവരുടെ കിതാബുകളിൽ വർണ്ണിച്ചു കാണിച്ച ആ നബി ഇവർ തന്നെയാണ്. മൈസറ, അതും മൈസറത്ത് പഠിച്ചു വെച്ചു. വൻസറഫ അഹ്ലുൽ ഇൽമി ജമീഅൻ, എല്ലാവരും മടങ്ങിയില്ലേ. അതാ വകാന മൈസറത്തു യറാ ഫിൽ ഹാജിറത്തിൽ ദഹീറ, അതായത് ഉച്ച സമയം, നട്ടുച്ച വെയിലത്ത്, മലക്കൈനി, 2 മലക്കിനെ കാണുന്നു, യുദില്ലാനിഹി ഫിശ്ശംസി, സൂര്യന്റെ വെയിലത്ത് ആ 2 മലക്കുകളും തണലിട്ട് കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വലമ്മാ റജഉ ഇലാ മക്ക, മക്കയിലേക്ക് മടങ്ങിയെത്തുന്ന ഫീ സഅത്തിൽ ദഹീറ, ആ ദുഹറിന്റെ സമയം, ഉച്ച സമയത്ത്. വഖദീജത്തു റളിയല്ലാഹു അൻഹാ ഫീ ഉലയ്യത്തിൻ ഗുർഫത്തിൻ ആലിയ, മേലെ തട്ടിലാണ് ഉള്ളത്. ഇന്ന തട്ടിൽ ലഹ മീമിക്കുള്ള പരിയില്ലേ. റഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന വഹുവ അലൽ ബഈർ, തങ്ങൾ ഒട്ടകപ്പുറത്തുണ്ട്. വമലക്കാനി യുദില്ലാനി അലൈഹി, 2 മലക്ക് തങ്ങൾക്ക് താണിട്ട് കൊടുക്കും. ഫാറത്തു നിസാ, ഇതെന്താക്കിയോ മറ്റുള്ള പെണ്ണുങ്ങൾക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നു, അതാ നോക്കിയിട്ട് ഫഅജിബന ലിദാലിക്, എല്ലാവർക്കും അത്ഭുതം. വദഖല അലൈഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖബറഹ ബിമാ റബിഹു ഫസുറത്, എല്ലാ കണക്കും അവതരിപ്പിച്ച്, ഇത്ര ലാഭം, ഇത്ര സാധനം വിറ്റ്, എല്ലാ കണക്കും കൃത്യമായി അവതരിപ്പിച്ച് ബീബിക്ക് വലിയ സന്തോഷമായി.
ഫലമ്മാ ദഖല അലൈഹാ മൈസറത്തു, മൈസറത്ത് വന്നപ്പോൾ അഖ്ബറതുഹു ബിമാ റഅത്, മൈസറത്തിനോടും ഈ ബീവി പറഞ്ഞു. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൈസറത്ത് പറഞ്ഞു യാത്ര മുഴുവൻ ഞാൻ കണ്ടാണല്ലോ. ഫഖാല, മൈസറത്ത് പറഞ്ഞു ഖദ് റഅയ്തു ഹാദാ മുൻദു ഖുറൂജിനാ മിനശ്ശാമി, ഷാമിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ഞാനിത് മുഴുവൻ കണ്ടാളാന്ന്. വഅഖ്ബറഹാ ബിഖൗലി നസ്തൂറ, നസ്തൂറ പറഞ്ഞ വാക്കും ഖദീജ ബീവിയോട് പറഞ്ഞു. വഖൗലു റജുലിൽ ലദീ ഖാലഫഹു ഫിൽ ബൈഇ, കച്ചവടത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ലാത്തവചന സത്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആ വാർത്തയും പറഞ്ഞു. വഖദിമ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിജാറതിഹാ ഫറബിഹത് ളഅഫ മാ കാനത് തർബഹു, മുമ്പേ കിട്ടുന്ന ലാഭത്തിനേക്കാൾ ഇരട്ടി ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു. വദഅഫത് ലഹു, ഇരട്ടി തങ്ങൾക്ക് ലാഭം കൊടുക്കുകയും ചെയ്തു. മുമ്പ് പറഞ്ഞില്ലേ മാ കാനത് സമ്മതുഹു ലഹു, അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്തു. ഏത് അതെ, അത് ഇരട്ടി കൊടുത്തു. അങ്ങനെയുള്ള ആദ്യം കണ്ടീഷനുണ്ടേ. അതെ, അപ്പോൾ ഇരട്ടി ലാഭത്തിന് ഇത്ര വിഹിതം സാധാരണ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തരാന്നല്ലേ. അപ്പോൾ ഇവിടെയും അതിൻ്റെ ഇരട്ടി വരുമല്ല. ഇനി തങ്ങളുടെ വിവാഹം ഇത് വളരെ ഉണ്ട്. കുറച്ച് ഇന്നലെ മിന്നൊന്ന് ഇഖ്ലാസ് യാസീനി ഉള്ളതുകൊണ്ടാണ് എന്നതായിരുന്നു. കുറച്ച് ഇഖ്ലാസ് ഓതണം. ഇവരെന്നായിരിക്കാതെ ഒപ്പുകൊണ്ടാണ്.